മോർണിംഗ്. മോർണിംഗ് മിസ്. കുറെ നാളായല്ലോ അല്ലേ? കുറെ നാളായി. മിസ്സിനെന്തല്ലോ ഹൗസ് വാമിംഗ് എല്ലാം അറിഞ്ഞല്ലോ, നമ്മളൊന്നും വിളിക്കുന്നില്ല. ഹൗസ് വാമിംഗ് നടന്നിട്ടില്ല, അതിന്റെ ഇന്റീരിയറിന്റെ വർക്ക് ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ ടച്ചപ്പ് വർക്കുകളാണ്. ഇലക്ട്രിക്കൽ, സാനിറ്ററി ഫിറ്റിംഗ്സ്, പെയിന്റിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. 2 വർഷമായിട്ടോ വീട് പണി തുടങ്ങിയിട്ടിടയ്ക്ക് നമുക്ക് ഫണ്ട് ഇഷ്യൂ എന്റെ ഹൗസ് വാമിംഗ് ആണ് 15-ന്. ആണോ? 15. നമ്മളൊരു ഇഷ്യൂന് ആ ഒരു 15-നുള്ളിൽ നോക്കുമ്പോ പറ്റുന്നില്ല. ഈ മാസം അവസാനം കൊണ്ട് ഇന്റീരിയർ വർക്ക് തീരുള്ളൂ. അപ്പൊ അവര് പകലും രാത്രിയൊക്കെ നിന്ന് തീർത്ത് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറെ ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഒക്കെ വന്നു. അങ്ങനെ ഒരു 2 മാസത്തോളം ഭയങ്കര ബുദ്ധിമുട്ടിയ സമയം. അപ്പൊ പിന്നെ അങ്ങനെ കുറെ വീട് പണി. നമ്മുടെ ചാപ്റ്ററില് എത്തിക്കൽ ആൻഡ് ലീഗൽ കുറെ പേര് എന്തോ ക്ലാസ്സിലില്ല, മനസ്സിലായില്ല എന്നൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്നേ. അപ്പൊ അതൊന്ന് എപ്പോഴെങ്കിലും സമയത്തോട് കൂടിയിട്ട്. ഓക്കെ, ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 എന്റെ പോർഷൻസ് ആയ ചാപ്റ്റർ 38 എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, ചാപ്റ്റർ 39 മെഡിക്കൽ റെക്കോർഡ്സ്, ചാപ്റ്റർ 3 അതാണ് ഇവിടെ കാണുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ചാപ്റ്റർ 40 ആണത്. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് റിവിഷൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിയുന്ന അനുസരിച്ചിട്ട് ഞാൻ ഈ 3 ചാപ്റ്റർ ആണ് ഉദ്ദേശിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എടുത്താൽ മതിയോ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ മൂന്നാമത്തെ മൊഡ്യൂളാണോ മിസ്? അത് മൂന്നാമത്തെ ചാപ്റ്റർ 38 ആണ്. മൂന്നാമത്തെ മൊഡ്യൂളിലെ 3 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇന്ന് റിവിഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മൊഡ്യൂൾ 3 ആണ്. ചാപ്റ്റർ 38 എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, 39 മെഡിക്കൽ റെക്കോർഡ്സ്, 40 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ക്ലിയർ ആയോ? മൊഡ്യൂൾ 4 നമുക്ക് 2 ഉള്ളൂ. മൊഡ്യൂൾ 2 നമുക്ക് 8 ഉണ്ട്. എക്സാം നടത്താത്ത പോർഷൻ. അത് ഇപ്പൊ നിങ്ങൾക്ക് 3ഉം 4ഉം അല്ലേ എക്സാം. അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 2 നമുക്ക് പോവാം. അവിടെ നമുക്ക് മെഡിക്കൽ ടെർമിനോളജിയിൽ നോട്ട്സ് ചെയ്യാനപ്പോ പ്രൊവൈഡ് ചെയ്യും. പോരെ? സെക്കൻഡ്. ഞാനിപ്പോ ഓക്കെ, കാണാമോ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്? നമുക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് പറയാണോ അതോ എന്താ വേണ്ടേ? എങ്ങനെ വേണ്ടി പറഞ്ഞു? അല്ല, എല്ലാരും കൂടെ ഒന്ന് പറ. എങ്ങനെ നിങ്ങൾക്കത് പറയണം, പറഞ്ഞു തരണം. പറയടി. ഇനി ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ലായിരിക്കുമല്ലോ മാം. അതെ, നമുക്ക് എക്സാം ഉള്ളത് പറഞ്ഞു വിട്ടാൽ മതി, നിങ്ങൾ അടയാളപ്പെടുത്തിക്കോളാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞാൽ മതി മാം. ഒരു സെക്കൻഡേ. അപ്പൊ നമ്മുടെ നമുക്കറിയാം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടെ പലപ്പോഴും ലീഗലി പല കാര്യങ്ങൾ വരും. അതൊരു സ്റ്റാഫിനെ സംബന്ധിച്ചാണെങ്കിലും അവിടെ വരുന്ന കസ്റ്റമറെ സംബന്ധിച്ചാണെങ്കിലും ലീഗൽ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏതൊരു ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴാണെങ്കിലും ചില എത്തിക്സ് ഉണ്ടായിരിക്കും അല്ലെ? എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ നമ്മളൊന്നും ചെയ്യില്ല എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയുമല്ലോ. അത് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്, എത്തിക്കൽ ആൻഡ്
ലീഗൽ ഇഷ്യൂസ് പറയുന്നത്. ഒരു കോഡ് ഓഫ് കോൺടാക്ട് ഉണ്ടാവും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിന് വർക്ക് ചെയ്യേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, ചില ഗൈഡൻസ് ഉണ്ടായിരിക്കും, എങ്ങനെ വേണം, കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഞാൻ എടുത്തു വെച്ചേക്കാം. ഇമ്പോർട്ടന്റ് ഉള്ളത് ഞങ്ങൾ പ്രിന്റില് വരയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ അതിൽ പഠിച്ചോളൂ. സെർട്ടൻ റൂൾസ് ഉണ്ടായിരിക്കും. ഈ ലീഗൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടില്ലേ? എന്താണ് ലോ എന്നുള്ളത് മീൻ ചെയ്യുന്നത്? സെറ്റ് ഓഫ് റൂൾസ് ആണ് ഗൈഡ് ചെയ്യാൻ, ഹ്യൂമൻ ആക്ഷനെ ഗൈഡ് ചെയ്യാൻ. നമ്മൾ നോർമലി തന്നെ സൊസൈറ്റിയിലേക്ക് നോക്കും, അങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഗൈഡ് ലൈൻസ് ഇല്ലെങ്കിൽ ശരിക്കും ഹ്യൂമൻ ലൈഫ് ഭയങ്കര പത്തറ്റിക് ആയിപ്പോ, ഒരു ഡിസോർഡർ ആയിപ്പോ. എല്ലാം ഒരു ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമുക്ക് ലോയും അതുപോലെ തന്നെ അതിന്റെ ഗൈഡ് ലൈൻസും. അതൊരു സിസ്റ്റമാണ്. എന്തൊക്കെ റൈറ്റ്സ്, നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, നമ്മൾ എന്തെല്ലാം ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതാണ് ലോ ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ്, ഒബ്ലിഗേഷൻസ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. ലോ എന്ന് പറയുന്നത്, ലോ ഇസ് എ സിസ്റ്റം ഓഫ് എന്താണെന്നുള്ളത്, ഏതെല്ലാം ഫാക്ടേഴ്സ് വരുന്നതാണ് ലോ എന്ന് പറയുന്നത്? റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. കുറച്ചുകൂടെ അത് മനസ്സിലാവും. റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ അവകാശങ്ങൾ, കടമകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഉത്തരവാദിത്തങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒബ്ലിഗേഷൻ എക്സാക്ട് മീനിങ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ലോ നമ്മളുടെ നാട്ടിൽ ഹാൻഡിൽ ചെയ്യുന്നത് ആരാ? ലോ ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? പോലീസും കോർട്ടും അല്ലെ? കോടതി, പോലീസും, നിയമവ്യവസ്ഥ നോക്കുന്നത് അവരാണ് അല്ലെ? കോർട്ട് ഓർ പോലീസ്, അവരാണ് ഈ സിസ്റ്റം ഇമ്പോസ് ചെയ്യുന്നത്. അവരുടെ കൺട്രോളിലായിരിക്കും ഈ സിസ്റ്റം വരുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ എഡ്യൂക്കേഷൻ, അതിനൊരു സിസ്റ്റം ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സെക്ഷൻ, അവിടെയും ഒരു സിസ്റ്റം ഓഫ് ആളുകൾ ഉണ്ടാവും, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽസ്. അതുപോലെ ലോ എന്ന് പറയുന്നത് കോർട്ടും അതുപോലെ തന്നെ പോലീസും. ആ ഒരു രീതിയിലാണ് ലോ വരുന്നത്. ഞാൻ അയച്ചു കൊടുത്തതായിരുന്നു തോന്നുന്നു. അപ്പൊ അത് ഞാൻ എടുത്ത് വെക്കട്ടെ. ഓക്കെ, ഫൈൻ. ഒരു ഹോസ്പിറ്റൽ, നമുക്കിവിടെ HA ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ HAയില് എങ്ങനെയാണ് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ എത്തിക്കൽ, അതുപോലെ തന്നെ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ്? അവർക്ക് തോന്നുന്ന പോലെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും തോന്നുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു എത്തിക്സ് ഉണ്ടായിരിക്കും. റോഡിൽ നിന്ന് പണിയെടുക്കുന്ന ഒരാള്, അയാൾക്കും ഒരു എത്തിക്സ് ഉണ്ടായിരിക്കും. മീൻ നിൽക്കുന്ന ഒരാൾ, അയാൾക്കും ഒരു എത്തിക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ അവർക്ക് ഒരു എത്തിക്സ് ഉണ്ടാവും. അവരുടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, അവരെ എങ്ങനെ പെരുമാറണം, എങ്ങനെ വർക്ക് ചെയ്യണം, അതാണ് എത്തിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവരുടെ ലീഗൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ഡോക്ടേഴ്സിനെതിരായിട്ട് കോൺഫ്ലിക്ട്സ് വരാം അല്ലെ? ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ കോൺഫ്ലിക്ട്സ് വരാം. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കാറ്? ഹോസ്പിറ്റൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താ? എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ പ്രൂഫായിട്ട് എടുത്ത് കാണിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും അല്ലെ? ഓരോ പേഷ്യൻസിനും, അത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ പേഷ്യൻസിനും റെക്കോർഡ്സ് ഉണ്ടാവും. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ഇത് ക്ലിയർ ആകാനായിട്ട് എന്തെല്ലാം പ്രൂഫ് ഉണ്ടോ അതെല്ലാം അവർ ക്ലിയർ ആയിട്ട് എടുത്ത് വെക്കും. അതുകൊണ്ടാണ് ചെറിയൊരു സർജറി ആണെങ്കിൽ പോലും ആ പേഷ്യന്റിന്റെ ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ആരാണോ ഉള്ളത്, അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈൻ വാങ്ങും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അവർക്ക് കുറെ റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മൈനർ സർജറി ആണെങ്കിലും മേജർ സർജറി ആണെങ്കിലും അവർ സൈൻ ചെയ്ത് കൊടുക്കും ഒരു ഡിക്ലറേഷൻ ഫോമിൽ. അപ്പൊ അതാണ് അവരുടെ ഒരു ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പേപ്പർ മതിയാകും കാണിക്കാനായിട്ട്.
പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് എങ്ങനെയെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം, ഒരു സേഫ് ഹോസ്പിറ്റൽ ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് പേഷ്യൻസിന് മാത്രമല്ല അവിടെയുള്ള സ്റ്റാഫിനും. ഇതെല്ലാം നമ്മൾ പല കാര്യങ്ങളിലും പറഞ്ഞു പോയതാണ്. എല്ലാ ഫെസിലിറ്റിയും സർവീസസും പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് അത്. സേഫ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം ഹോസ്പിറ്റൽ. വേണ്ടുന്ന ഫെസിലിറ്റീസ് സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അത് മാത്രമല്ല ലോക്കൽ അതോറിറ്റി, ഇപ്പൊ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ, കോർപ്പറേഷന്റെ കീഴിലുള്ളതാണെങ്കിൽ, ആ ലോക്കൽ അതോറിറ്റി പറയുന്ന ചില ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ആയിരിക്കണം ആ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യേണ്ടത്. അതൊക്കെയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. HAയിൽ എങ്ങനെയാണ് ഈ എത്തിക്സും ലീഗൽ റെസ്പോൺസിബിലിറ്റീസും വരുന്നത്. മാനേജ്മെന്റ് ആണ് റെസ്പോൺസിബിൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും. ലീഗൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്ന മാനേജ്മെന്റ് ആണ്. അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്യേണ്ടത് സേഫ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, വേണ്ടത്ര ഫെസിലിറ്റീസ്, സർവീസസ്. പിന്നെ അത് പക്ഷേ ഔട്ട് ഓഫ് ദ, അതായത് ഏതെങ്കിലും റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടാവരുത്. ലോക്കൽ അതോറിറ്റി പറയുന്ന എല്ലാ റൂൾസും, ലോക്കൽ അതോറിറ്റി മാത്രമല്ല പിന്നെ സെൻട്രലിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രമാണ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ലീഗൽ ആസ്പെക്ടിലെ ആ 3 പോയിന്റ്സ് പറഞ്ഞു. ഹ്യൂമൻ ആക്ഷനെ ഗൈഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ ലോ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വരുന്നത് റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. പിന്നെ എപ്പോഴും ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുമ്പോൾ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത്. അവർ വേണ്ടുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. സേഫ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ഫിസിക്കൽ ഫെസിലിറ്റീസ്, സർവീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എക്സ്പ്ലോസീവ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അങ്ങനെയുള്ളതിൽ നിന്നും സേഫ് ആയിട്ടിരിക്കണം. അങ്ങനെ വേണ്ടുന്ന പ്രിപ്പറേഷൻസ് എല്ലാം നടത്തണം. അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള പ്രിവെൻഷൻ ആദ്യം ചെയ്യണം. അഥവാ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് എല്ലാം പ്രൊവൈഡ് ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിന്റെ ഓരോ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില കോർണേഴ്സ് ഉണ്ട്, അവിടെ എല്ലാം അത് വെക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഡേഞ്ചർ സോണിലായിട്ട് വേണ്ടുന്ന സൈൻ ബോർഡ് വെക്കണം. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ഗ്യാസസ് കാണാം, കെമിക്കൽസ്, മെഷീൻസ് കാണാം, പിന്നെ സ്റ്റീം, ആവിയൊക്കെ വരാം, പിന്നെ സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലോർസ് അതെല്ലാം ഒഴിവാക്കണം. അങ്ങനെയെല്ലാം നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റലില് ഈ പറയുന്ന എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് അത് ഇമ്പോർട്ടൻസ് ആണോ, അത് വേണ്ടുന്നതാണോ എന്നുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അതിന് വളരെ അതിന്റെ റോൾ എന്താണ്, എന്തുകൊണ്ട് അത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്, അത് റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു ഡോക്ടർക്കെതിരെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ പിഴ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കേസസ് കുറേ വരാം. മെഡിക്കോ ലീഗൽ കേസസ്. സർജറി കഴിഞ്ഞു ഓൺ ദ ടേബിൾ പേഷ്യന്റ് ഡെത്ത് ആയി. ഇപ്പൊ ഡോക്ടർക്ക് എഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ആവശ്യത്തിന് പ്രൂഫ്, പ്രൊസീജിയർ ചെയ്തതിന്റെയും അതുപോലെ തന്നെ പ്രൊസീജിയറിന് മുമ്പ് ഇതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് ഉള്ള ഒരു ഡിക്ലറേഷൻ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് സൈൻ ചെയ്ത് അതൊക്കെ ഉണ്ടെങ്കിൽ ആ കേസസ് അവർക്ക് ഈസി ആയിട്ട് ജയിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ എത്തിക്കൽ അതുപോലെ തന്നെ ലീഗൽ കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ചില സമയത്ത് അജ്ഞാതനായ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ അല്ലാത്തൊരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസ് അവർ റെക്കോർഡാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേസാകാം. അതുകൊണ്ടാണ് HAയിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ ഇങ്ങനെ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മീൻസ് ആ റൂൾസ് അത് ഫോളോ ചെയ്യണമെങ്കിൽ തന്നെ ഹോസ്പിറ്റലുകൾക്ക് അവർക്കൊരു എന്താ പറയുക പേടി ഉണ്ടാവും. കാരണം ക്വാളിറ്റി ഉള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യണം. കാരണം ക്വാളിറ്റി ഉള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾസിനെ അവർ ബ്രേക്ക് ചെയ്യുന്ന പോലെയാണ്. അതെല്ലാം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് മെഡിക്കൽ പ്രൊഫഷണൽസിനും ഫേവറബിൾ ആണ്, നമ്മൾ പേഷ്യൻസിനും ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ലോസും അതുപോലെ തന്നെ ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇത് ആവശ്യം തന്നെയാണ് എല്ലാ ഹോസ്പിറ്റലുകളിലും എന്ന് തന്നെ പറയാം. സൊസൈറ്റി നമ്മളുടെ സൊസൈറ്റിക്കും ഇത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തോന്നുന്ന പോലെ നമുക്ക് വേണ്ടത്ര നീതി ചില സമയത്ത് കിട്ടില്ലല്ലോ, ട്രീറ്റ്മെന്റും കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ പേടി ഉണ്ടാവില്ല. ഒരു നിയമം വരുമ്പോൾ എല്ലാവർക്കും അതിനൊരു പേടിയോടെ ആയിരിക്കുമല്ലോ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് HA ഹോസ്പിറ്റലുകളിൽ ഇത് ആവശ്യം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തുകൊണ്ട് HAയില് ലോ വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഹോസ്പിറ്റലുകളിൽ ലോ വേണം, ചില സർട്ടൺ റൂൾസ് അനുസരിച്ച് അവർ വർക്ക് ചെയ്യണം, അത് പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് അവര് നടത്തണം. അത് എന്തുകൊണ്ടാന്നൊക്കെ മനസ്സിലായോ? റീസൺസ് ഇമ്പോർട്ടന്റ് ആണോ മിസ്സേ? ഏതാ ഇത് ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് ഈ ചാപ്റ്റർ എന്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലുകളിൽ ഈ ലോസ് വേണം അല്ലെങ്കിൽ വേണം എന്നുള്ളതിന്റെ കാരണങ്ങളാണ്. അപ്പൊ വായിച്ചാൽ മതി, ഇമ്പോർട്ടന്റ് വരുന്നില്ല. ഓക്കെ. നമുക്ക് മനസ്സിലാക്കാനായി എന്തിന് ഹോസ്പിറ്റലുകളിൽ ഒരു ലോ, ആ ഒരു സിസ്റ്റം വേണം എന്ന് പറയുന്നത്. ഈ കേസസ് പറഞ്ഞു, നമ്മള് മെഡിക്കോ ലീഗൽ കേസസ് വരാമെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള കേസസ് വരാം? ഇപ്പോ വീട്ടില് എവിടെയെങ്കിലും റൂമില് വീണു എന്നും പറഞ്ഞിട്ടൊരു മുറിവുമായിട്ട് ഒരു കുട്ടിയോ വലിയ ആൾക്കാരെ ആരെങ്കിലും കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർ പരിശോധിക്കും. ഇവർക്കറിയാം വീണതും ആരെങ്കിലും ഉപദ്രവിച്ചാണെങ്കിൽ ഇതൊക്കെ ആ ഒരു കേസസിൽ പെടും. ഇൻജുറി, ഇൽനെസ്, ഡോക്ടറെ അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് ചെയ്യുമ്പോഴേക്കും ഇത് ചിലപ്പോൾ കേസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികള് അല്ലെങ്കിൽ സ്റ്റെയറിന്ന് വീണു, ആരെങ്കിലും തള്ളിയിടാനോ. പിന്നെ അതുപോലെ RTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ്. RTA, റെയിൽ ആക്സിഡന്റ്, ഫാക്ടറി ആക്സിഡന്റ്, അങ്ങനെയുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ആക്സിഡന്റ്സ്. റോഡ് ആക്സിഡന്റ്സ് തന്നെ ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ട് വണ്ടി ഇടിക്കാം ചാൻസ് ഉണ്ടല്ലേ. പിന്നെ റെയിൽ ആക്സിഡന്റ്സ്, എന്തെങ്കിലും മിസ്ലീഡ് ചെയ്ത് ട്രെയിൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ആരെങ്കിലും ചെയ്തു വെക്കുന്നതും അങ്ങനെ വരാം. പിന്നെ ഫാക്ടറിയിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡന്റ്സ് പലപ്പോഴും ചിലതൊക്കെ കേൾക്കാറില്ലേ, ചില ഷോപ്പൊക്കെ കത്തി നശിച്ചു, ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഫാക്ടറിയിലെ കുറെ ഭാഗങ്ങളൊക്കെ കത്തി പോകുമ്പോൾ അത് ഇൻഷുറൻസ് എന്തെങ്കിലും നഷ്ടത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസസ് ഒക്കെ പണ്ട് കാലങ്ങളിൽ കുറെ കേട്ടിട്ടുണ്ടായിരുന്നു. ഫാക്ടറി അങ്ങനെയൊക്കെ അൺനാച്ചുറൽ ആയിട്ടുള്ള ആക്സിഡന്റ്സ് വരുമ്പോൾ അതെല്ലാം മെഡിക്കോ ലീഗൽ ഹോസ്പിറ്റലിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് വരുമ്പോൾ അത് മെഡിക്കോ ലീഗൽ കേസസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. പിന്നെ സസ്പെക്ടഡ് ഹോമിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് മറ്റൊരാളെ കൊല്ലുന്നതാണ്. അതൊക്കെ ഞാൻ അന്ന് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂയിസൈഡും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സൂയിസൈഡ് കേസ് വന്നേ. സൂയിസൈഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം സൺഡേ രാത്രി ആളെ കാണാതായി, പക്ഷെ പിറ്റേ ദിവസം ഉച്ചയായപ്പം കായലിൽ നിന്ന് ആളുടെ ബോഡി പൊങ്ങി. സാധാരണ 2 ദിവസമൊക്കെ കഴിയുമ്പോഴാ ബോഡി പൊങ്ങാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ റിലേറ്റീവ്സിന് സംശയമായി, ഇത് ആരെങ്കിലും അല്ലാത്ത രീതിയിൽ കൊന്നതാണോ, അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നി. അങ്ങനെ വന്ന് പിന്നെ അതുമല്ല ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആളുടെ ബോഡിയിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഡോക്ടേഴ്സ് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ പറഞ്ഞു കായലിൽ ഭയങ്കര അടിയൊഴുക്ക് ഉണ്ടായിരുന്നു അത്ര. അങ്ങനെ അടിയൊഴുക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഒഴുക്കിനനുസരിച്ച് ആ ബോഡി മൂവ് ചെയ്ത് അങ്ങനെ വന്ന് അടിഞ്ഞതാണെന്നാണ് പോലീസുകാർ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് വെച്ചാൽ ഈ ബ്ലീഡിങ് വന്നത് വെള്ളം മുഴുവൻ കയറി ലങ്സും ഈ ലിവറും എല്ലാം വീർത്തപ്പോഴേക്കും ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അതെല്ലാം ബ്രേക്കായി ബ്ലഡ് പുറത്തേക്ക് ഭയങ്കരമായിട്ട് ബ്ലഡ് പുറത്തേക്ക് വന്നു. അതുകൊണ്ടാണ് ബ്ലീഡിങ്. ഭയങ്കര സ്മെല്ലും ബ്ലഡിന്റെ സ്മെല്ലായിരുന്നു. നമുക്കറിയാം കുറച്ചു നേരം ബ്ലഡ് അങ്ങ് ഒഴുകി കഴിയുമ്പോഴേക്കും അതിനൊരു വല്ലാത്തൊരു ഫോൾ സ്മെല്ലാണ്. ശരിക്കും ബ്ലഡിന്റെ സ്മെല്ലൊക്കെ വന്നപ്പോൾ റിലേറ്റീവ്സ് വിചാരിച്ചു ആരോ എന്തോ ചെയ്ത് നേരത്തെ കൊണ്ടുപോയി ഇട്ടതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അത്രയും സ്മെല്ല് വന്നതെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു സംശയമൊക്കെ വന്നവർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ സൂയിസൈഡ്സ് ഏതെങ്കിലും രീതിയിൽ വരുന്നത്. പിന്നെ പോയിസണിങ്, അതൊക്കെ നമുക്കറിയാലോ. ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, മദ്യത്തിൽ വല്ല വിഷത്തിന്റെ അംശം, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ കൊള്ളുന്നത്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് മെഡിക്കോ ലീഗൽ കേസസ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമുക്കറിയാം. പിന്നെ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് ഫുഡ് പോയിസണിങ് വരുന്നത്. പിന്നെ സ്നേക്ക് ബൈറ്റ്, ഒത്തിരി കേസസ് നടന്നു സ്നേക്ക് ബൈറ്റിന്റെ അല്ലെ. അപ്പൊ അതൊക്കെ മനഃപൂർവ്വമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏതെങ്കിലും അങ്ങനത്തെ കേസസ്, അതെല്ലാം മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്ന എക്സാമ്പിൾസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം അങ്ങനെ തന്നിട്ട് മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്നത് ഏതാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷനിൽ പ്രതീക്ഷിക്കാം. അത് ക്ലിയർ അല്ലേ? ഈ ലീഗൽ കേസസ് നമ്മൾ തന്നെ ചുറ്റുപാടും കുറെ കേട്ടിട്ടുണ്ടല്ലേ, എങ്ങനെ ഈ ഒത്തിരി കേസസ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, എങ്ങനെയുള്ള കേസ് ഏതിലാണ് പെടുത്തുന്നതെന്ന്. പിന്നെ ഇലക്ട്രോക്യൂഷൻ, അതെന്താണെന്നറിയാലോ? ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് മരിക്കുന്നതോ കൊള്ളുന്നതോ ഒക്കെയാണ് ഇലക്ട്രോക്യൂഷൻ എന്ന് പറയുന്നത്. അതിലും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അവിടെ വരാവുന്ന ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഡെത്ത് കോസ് കാണിച്ചിട്ട് ഇത്
മെഡിക്കോ ലീഗൽ കേസിൽ വരുന്നത് ഏതാണെന്ന് 4 ഓപ്ഷൻസ് തരും. ഒരെണ്ണം ഉണ്ടാവുള്ളായിരിക്കും അതിനകത്ത്. അപ്പൊ അതിൽ നിന്ന് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടുന്ന് വരിക. അപ്പൊ ഇതില് നമുക്ക് ലോ ഇമ്പോർട്ടന്റ് ആണ്. ലോ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് ആണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കസ്റ്റമറെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ, അതിപ്പോ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ തന്നെയല്ല, നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചാൽ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ. കാരണം അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവിടുത്തെ സർവീസ് നമ്മൾ പേ ചെയ്തിട്ടാണ് അവിടുത്തെ സർവീസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ലോ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ലോ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജനറൽ ആയിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. അത് മെഡിക്കൽ പ്രൊഫഷണൽസിനും ബാധകമാണ്. പിന്നെ മിസ്ലിനിയസ് ആയിട്ട് പല ആക്ടും വരും. അപ്പൊ ഇത് ലോ അനുശാസിക്കുന്നത് കസ്റ്റമർക്കും മെഡിക്കൽ പ്രൊഫഷണൽസിനും രണ്ടുപേർക്കും ഫേവറബിൾ ആകുന്ന രീതിയിലുള്ള ആക്ട്സ് ലോയിൽ വരുന്നുണ്ട്. അതായത് കോർട്ടിൽ നിന്നും കേസ് ചില സമയത്ത് കോടതിയിൽ വരുന്ന കേസ് റെഫർ ചെയ്യുന്നതുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ കേസസ് വരും. ഇതാണ് നമുക്ക് മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്നത്. മെഡിക്കോ ലീഗൽ കേസസിൽ വരുമ്പോൾ 2 ആൾക്കാർ, ഒന്ന് പേഷ്യന്റ് ആയിരിക്കാം, ഒരു സൈഡിൽ മെഡിക്കൽ പ്രൊഫഷണലോ ഹോസ്പിറ്റലോ ആയിരിക്കും, മറ്റേ സൈഡിൽ പേഷ്യന്റ് ആയിരിക്കും കേസ് നടത്തുന്നത്. അല്ലെങ്കിൽ അൺനാച്ചുറൽ ഡെത്ത് ആയിട്ട് വരുന്ന കേസിൽ അവർ കേസ് കൊടുക്കുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് ഡെത്ത് സംഭവിക്കുകയാണ്, അത് നാച്ചുറൽ ആയിട്ടല്ലാന്ന് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് തോന്നുമ്പോൾ അവിടെ ഒരു സൈഡില് ആ ഹോസ്പിറ്റലും അത് അറ്റൻഡ് ചെയ്ത ഡോക്ടേഴ്സ് ആയിരിക്കും, മറ്റേ സൈഡില് പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ആയിരിക്കും. ഇനി അല്ലാത്ത കേസസ്, ഇപ്പം പൊള്ളലേറ്റ് വന്നു അല്ലെങ്കിൽ സൂയിസൈഡ് അങ്ങനെ വരുമ്പോഴേക്കും അതും ഹോസ്പിറ്റലിൽ മെഡിക്കോ ലീഗൽ കേസസ് തന്നെയാണ്. പക്ഷെ ഹോസ്പിറ്റൽ അല്ല അതിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത്. അത് സംശയാസ്പദമായിട്ട് അത് പിന്നെ പോലീസ് അത് അന്വേഷിക്കും. അങ്ങനെ 2 രീതിയിലാണ് മെഡിക്കോ ലീഗൽ കേസസ് വരുന്നത്. ഒന്ന് ഹോസ്പിറ്റലായിരിക്കും ഒരു ഭാഗത്ത് കൾപ്രിറ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തേത് ഹോസ്പിറ്റൽ കൾപ്രിറ്റ് അല്ല, അവർ ആവശ്യത്തിനുള്ള തെളിവുകൾ കൊടുക്കുന്ന ഒരു മീഡിയം മാത്രം. അവിടെ കൾപ്രിറ്റ് ആരാന്നുള്ളത് പിന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയല്ലോ? കുറേ ആക്ടുകളുണ്ട്. ഹോസ്പിറ്റലുകൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ട് ആണ് വരുന്നത് ജനറൽ ആക്ട്സ്. നമ്മളിവിടെ ഒരു ചെറിയ ഫ്ലോ ചാർട്ട് കണ്ടില്ലേ? ജനറൽ ആക്ട്സ് ഉണ്ട്, അത് ഹോസ്പിറ്റലിന് റിലേറ്റഡ് ആണ്. പിന്നെ കൺസ്യൂമേഴ്സ്, അതായത് കസ്റ്റമേഴ്സിനുള്ള ആക്ടും ഉണ്ടാവും. ജനറൽ ആക്ടിൽ വരുന്ന ഓരോ ആക്ട് ആണ് നമ്മൾ പറയുന്നത് ഹോസ്പിറ്റലിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഹോസ്പിറ്റലിന് ഫേവറബിൾ ആകാം സം കേസസ്. മാം ഈ ഫ്ലോ എങ്ങനെയാ വരിക? ഏതാ മാം ഈ ഫ്ലോ ചാർട്ടിന്റെ ജനറൽ ആക്ടിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടെണ്ണം വന്നിട്ടില്ലേ? അത് മാറ്റി തന്നിരുന്നോ? ഞാൻ മാറ്റി തന്നിരുന്നോ? ഇല്ല. ജനറൽ ആക്ടിന് അത് അതിനകത്ത് ചാർട്ടിന്റെ അടിയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2 പ്രാവശ്യം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വന്നതാണോ ഇത്? അതെ. ഓക്കെ, നമുക്ക് ജനറൽ ആക്ട്സ് ഉണ്ട്. അത് മെഡിക്കൽ പ്രൊഫഷണൽസ് ഹോസ്പിറ്റലിന് റിലേറ്റഡ് ആണ്. പിന്നെ അത് കൂടാതെ പലവിധ ആക്ടുകളുണ്ട്. മിസ്ലേനിയസ് ആക്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ലോയുമായിട്ട് കണക്റ്റഡ് ആണ്. ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് 2 പ്രാവശ്യം കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫീൽഡില്, 2 ഡൊമൈനില്, 2 ഏരിയയിൽ കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ മനസ്സിലാക്കിയത് സ്പീഡായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നീതി കിട്ടുന്ന രീതിയിൽ, ആ രീതിയിൽ കൺസ്യൂമേഴ്സ്, ഈ ഒരു സൈഡ് കൺസ്യൂമറും ഈ ഒരു സൈഡ് മെഡിക്കൽ പ്രൊഫഷണൽസും ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ HA പറയുമ്പോൾ ഹോസ്പിറ്റൽ ഒരു സൈഡ്, ഈ സൈഡില് കസ്റ്റമേഴ്സ്, ഇവിടെ പേഷ്യൻസ് ആണ്. അപ്പൊ ജനറൽ ആക്ട്സ് ഹോസ്പിറ്റലിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ട്സ് ഉണ്ട്, പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ആക്ട് ഉണ്ട്. 2ഉം ലോ അനുശാസിക്കുന്നത് തന്നെയാണ്. അത് ഈ ലോ തന്നെ കൺസ്യൂമർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആക്ട്. 2 കൊടുക്കുന്നേ ഉള്ളൂ. അത് 2 ഏരിയയിലുള്ളതായിരിക്കാം. ഇപ്പോ ലൈക്ക് നമ്മൾ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങും, അവിടെ അതിനെ നോക്കുന്ന, അത് കൈകാര്യം ചെയ്യുന്ന ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരിക്കാം. അങ്ങനെയായിരിക്കാം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി ഹോസ്പിറ്റലിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ടുകളിലാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ആ ഇയർ കൊടുക്കുന്നത് ആ ഒരു ഇയറിലാണ് അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്.
ഹോസ്പിറ്റൽ ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ ആണ് ഈ ആക്ടിൽ വരുന്നത്. ഒരു വ്യവസായം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തന്നെയല്ലേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 50 ഒക്കെ വരുവാണെങ്കിൽ ഈ ആക്ട് അവിടെ അപ്ലൈഡ് ആണ്. ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്നുള്ളത് അപ്ലൈഡ് ആണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ്, അതായത് എയിംസ്, ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വർക്കിംഗ് ഏരിയയില് പീസും ഹാർമണിയും, സമാധാനവും സന്തോഷവും പ്രൊവൈഡ് ചെയ്യും. ഇതെന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്, കോൺഫ്ലിക്ട്സ് ഉണ്ടായി കഴിയുകയാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യാം. ഈ ആക്ടിന്റെ ഉദ്ദേശം അതാണ്. ലോ അനുശാസിക്കുന്ന ഫസ്റ്റ് ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. 1947 ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഇതിന്റെ അണ്ടറിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആണ്, ഒരു ഇൻഡസ്ട്രി ആണ്. ഗ്രേറ്റർ ദാൻ 50 എംപ്ലോയീസ് വരുമ്പോഴേ ഇത് ആപ്ലിക്കബിൾ ഉള്ളൂ. ചെറിയ ക്ലിനിക്കുകളിലൊന്നും ഇത് ആപ്ലിക്കബിൾ ചെയ്യും. എംപ്ലോയീസിന്റെ നമ്പർ 50യേക്കാളും കൂടുതലായിരിക്കും. ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. ഓരോ ആക്ടും നിലവിൽ വരുന്നത് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ്. സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും വഴക്കുകളോ തർക്കങ്ങളോ വരുവാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്നത് ഈ ആക്ടിന്റെ അണ്ടറിലായിരിക്കും. അതിന്റെ ഒബ്ജക്റ്റീവ് അത് ക്ലിയർ ആയിരുന്നു. നെക്സ്റ്റ് വൺ മിനിമം മാം എല്ലാ ആക്ടിന്റെയും പിന്നെ ആക്ടും പേരും മാത്രം ഇയറും പഠിച്ചാ മതിയോ? എന്താ ചെയ്യണ്ടേ? പഠിക്കണോ? ആക്ടും ഇയറും മാത്രം പഠിച്ചാൽ പോരാ. കാരണം ഇപ്പം അത് എന്തിനാണ് ആക്ട് നിലവിൽ വന്നത്? ഇതിപ്പോ ഹോസ്പിറ്റലിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ട് ആണ്, ജനറൽ ആയിട്ടുള്ള ആക്ട് ആണ്, നമുക്ക് മനസ്സിലായി. ഈ ആക്ട് എന്തിന് നിലവിൽ വന്നു? ചുമ്മാ ഒരു ആക്ട് വരില്ലല്ലോ. അത് എന്തെങ്കിലും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഫേവറബിൾ ആകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ, അങ്ങനെയായിരിക്കുമല്ലോ ഓരോ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്കറിയാം, കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ട് ആണത്. അവിടെ കസ്റ്റമർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് കിട്ടിയപ്പോ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കസ്റ്റമർക്ക് വേണ്ടുന്ന ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്കത് ഓർമ്മ വരും. ഒരു ടേബിൾ പോലെ എഴുതി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അത് ഓർമ്മ വരും. പെട്ടെന്ന് തന്നെ ഒരു ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ തന്നെ ആ ആക്ടിന്റെ പേരിൽ തന്നെ അത് വരുന്നുണ്ട്, ഡിസ്പ്യൂട്ട്. അപ്പൊ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ, ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, തർക്കങ്ങൾ, കോൺഫ്ലിക്ട്സ്, വഴക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ആ ഡിസ്പ്യൂട്ട് വന്നാൽ അത് സെറ്റിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ സെറ്റിൽ ചെയ്യുമ്പോൾ എന്താ, അവിടെ ഒരു പീസ് ആൻഡ് ഹാർമണി, സമാധാനവും സന്തോഷവും, അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുമല്ലോ അത്. നെക്സ്റ്റ് വേജസ്, മിനിമം വേജസ് ആക്ട്. അപ്പൊ നമുക്കറിയാം ശമ്പളവുമായി റിലേറ്റഡ് ആണ് വേജ്, അവരുടെ സാലറിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അത് നല്ല രീതിയിലുള്ള ഒരു വേജ് എംപ്ലോയീസിന് കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ആക്ട്. അതിന്റെ പേരിൽ നിന്ന് മനസ്സിലാവുന്നത് 1948 നിലവിൽ ഓൾമോസ്റ്റ് മിക്കതും തന്നെ നമ്മളുടെ ഈ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് പലപ്പോഴും പല ഇൻഡസ്ട്രിയിലെ വർക്കേഴ്സിന് ഫേവറബിൾ ആയിട്ട് പല ആക്ടും വന്നത്. കാരണം അതിന് മുമ്പ് വരെ ഒരു ഓട്ടോക്രാറ്റിക് റൂൾ അല്ലായിരുന്നു, ഏകാധിപത്യം പോലെ ആയിരുന്നില്ല. ബ്രിട്ടീഷുകാരെ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള റൂൾസ് എല്ലാം ആയിരുന്നില്ല ചെയ്തിരുന്നത്. മിക്ക ആക്ട് വന്നിരിക്കുന്നത് അതിന് ശേഷമാണ്. ഓരോ കാറ്റഗറി, ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ പല പല കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് മിനിമം വേജസ് ആക്ട് അത് നിലവിൽ വന്നത്. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ് ഉണ്ടാവും. ഈ EPF എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 വന്നതാണ്. അത് നമുക്ക് താഴേക്ക് വരുമെന്ന് അറിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോ ബോണസ് കൊടുക്കുക, പിന്നെ വർക്കേഴ്സിന് മിനിമം വേജ് കൊടുക്കുക, പിന്നെ ചില കേസസിൽ ഈ ഇൻഡസ്ട്രി ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഇത്ര പെർസെന്റേജ് എംപ്ലോയീസിലേക്ക് എല്ലാം പോകണം, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ ഈ വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. 20 താഴെയാണെങ്കിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. 20 മുകളിൽ വരുമ്പോൾ വർക്കേഴ്സിന് തന്നെ ഡിമാൻഡ് ചെയ്യാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മിനിമം വേജസ് ഫിക്സഡ് ഡിഫറെന്റ് കാറ്റഗറീസിൽ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിമാൻഡ് ചെയ്യാം. Equal amount as employers share and credit the fund regularly with the government. ഇവർക്കൊരു ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഷെയർ ഗവൺമെന്റിലെ ടാക്സ് അടയ്ക്കുമല്ലോ, അതുപോലെ തന്നെ ആ ലാഭത്തിന്റെ ഒരു ഷെയർ വിഹിതം ഈ എംപ്ലോയീസിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകണം. ഒരു കറക്റ്റ് റേറ്റിന് എംപ്ലോയീസിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകണം. നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 20. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, ശമ്പളം പരിഷ്കരണ നിയമം നമ്മൾ മലയാളത്തിൽ പറയില്ല, അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്. നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. അവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40 ആണ്.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ഹോസ്പിറ്റലുകളൊക്കെ ഇല്ലേ നോൺ പ്രോഫിറ്റ് നോക്കാതെ വർക്ക് ചെയ്യുന്നത്, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചാരിറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പ്യുവർ ആയിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നവരാണെങ്കിൽ അവരുടെ പേയ്മെന്റ് വാങ്ങലോ അപ്പൊ ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കും. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെല്ലാം ഇതിൽ നിന്ന് സേവ്ഡ് ആണ്. അവർക്ക് അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ് ഒഴിവാക്കുന്ന രീതിയിൽ. ബാക്കി അല്ലാത്തടുത്ത് അവർക്കൊരു ബോണസ് പ്രൊവൈഡ് ചെയ്യണം. എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40 ഉണ്ടെങ്കിൽ ഇപ്പൊ ഫെസ്റ്റിവലിനോട് ചേർന്നാണെങ്കിൽ ഫെസ്റ്റിവൽ അലവൻസ്, ബോണസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ചാരിറ്റബിൾ ആയിട്ടും നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കും. നെക്സ്റ്റ് വൺ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഗ്രാറ്റുവിറ്റി തന്നെയല്ലേ ഗ്രാറ്റുവിറ്റിയുടെ കാര്യം നമ്മൾ ESA ഒക്കെ പറഞ്ഞപ്പോ നമ്മൾ ഗ്രാറ്റുവിറ്റി പറഞ്ഞില്ലായിരുന്നു. അതായത് എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് 15 ഡേയ്സ് പേ കൊടുക്കും. 15 ദിവസത്തെ പേയ്മെന്റ് കൊടുക്കും. ഒരു വർഷം തീരുന്നു. അറ്റ് ദ ടൈം ഹിസ്റ്റോർ ഹാസ് സൂപ്പർ ആനുവേഷൻ ഓർ ഡെത്ത്. സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റി കൊടുക്കും ടു എംപ്ലോയീസ് അറ്റ് 15 ഡേയ്സ് പേ. 15 ദിവസത്തെ വേജ് ആണ് അവർക്ക് കൊടുക്കുന്നത്. For every completed year of service at the time is so here റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡെത്ത് ഏതാണോ ആദ്യം സംഭവിക്കുന്നത്. അപ്പൊ റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് ഡെത്ത് സംഭവിക്കുവാണെങ്കിൽ ഗ്രാറ്റുവിറ്റി കൊടുക്കും ഓരോ വർഷം. അപ്പൊ ഞാനിപ്പോ ഒരു 10 വർഷം അവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ റിട്ടയർ ആകുമെന്ന് വിചാരിച്ചു. 1 ഇയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന്റെ ആ സമയത്ത് സാലറിയുടെ 15 ഡേയ്സ് പേ കിട്ടും. അങ്ങനെ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, അങ്ങനെ 10 ഇയറിലെ ആ ഒരു ഗ്രാറ്റുവിറ്റി ആയിട്ട് റിട്ടയർമെന്റ് സമയത്ത് കിട്ടും. അപ്പൊ ഡെത്ത് ആണ് സംഭവിക്കുന്നതെങ്കിൽ 5 വർഷം വർക്ക് ചെയ്തപ്പോ ഡെത്ത് സംഭവിച്ചത്. അപ്പൊ 5 വർഷത്തെ ഗ്രാറ്റുവിറ്റി കിട്ടും. അത് 15 ദിവസത്തെ പേ ആണ്. ഒരു വർഷം കഴിയുമ്പോൾ 15 ദിവസത്തെ പേ കിട്ടും എന്നുള്ള രീതിയിൽ. ഇത് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യും. എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10. പിന്നെ ഇത് പറയുന്നത് 5 ഇയേഴ്സ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. ഫസ്റ്റ് ഇയർ തന്നെ ആള് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്കൊന്നും ഇത് അപ്ലിക്കബിൾ ഇല്ല. 5 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഡെത്ത് ആണെങ്കിൽ 1 ഇയർ. അല്ലാതെ 2 വർഷം വർക്ക് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. സക്സസ്ഫുൾ ആയിട്ട് 5 ഇയർ കംപ്ലീഷൻ. ഇതൊക്കെ എളുപ്പമായിരിക്കും എനിക്ക് പറയാനായിട്ട്. ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് എപ്പോഴാണ്? റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ ഡെത്ത്. ഏതാണോ ആദ്യം? ഡെത്ത് ആണെങ്കിൽ 1 ഇയർ ഡെത്തിന് കാലാവധി. അല്ലാതെ റിസൈൻ ചെയ്തു പോകുന്നവരാണെങ്കിൽ 5 ഇയർ എങ്കിലും സർവീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഗ്രാറ്റുവിറ്റി എങ്ങനെ? 15 ഡേയ്സ് പേ ആണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. ഓരോ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും 15 ഡേയ്സ് പേയ്മെന്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും അവസാനം കൊടുക്കും. ഇതെല്ലാം ഹോസ്പിറ്റലിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ആണ്. ചില നിയമങ്ങളാണ്, ജനറൽ ആക്ട്സ് ആണ്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 നമുക്ക് ഇൻഡിപെൻഡൻസിന് മുമ്പ് വന്നവരാണ്. കാരണം ആ സമയത്ത് ഒത്തിരി സ്ട്രഗിളും ഒക്കെ നടന്നിരുന്നല്ലോ ഈ ബ്രിട്ടീഷുകാരുടെ രീതികളോട് അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ പലപ്പോഴും സമരം ചെയ്ത് ചില കാര്യങ്ങളൊക്കെ നേടിയെടുത്തിരുന്നു. അത് ഇൻഡിപെൻഡൻസിലേക്കുള്ള ഒരു തുടക്കം, സ്റ്റെപ്സ് ആയിരുന്നു. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടണം. ഇപ്പോഴും ഉണ്ടല്ലോ ചില ഓഫീസുകളിലൊക്കെ അവർക്ക് പണ്ടൊക്കെ പ്രിന്റഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ സോഫ്റ്റ് കോപ്പി ഓൺലൈൻ ആയിട്ട് നമുക്ക് നോക്കാം. ഓരോ മാസത്തെ പേയ്മെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റും. വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. ചിലപ്പോ ഒരു 10,000 രൂപ സാലറി ഉള്ള ആളായിരിക്കും. കയ്യിൽ കിട്ടുമ്പോൾ 7,000 രൂപയാണെങ്കിൽ ബാക്കി 3,000 എന്താണ് ചെയ്തതെന്നുള്ളത്, എന്തിലേക്കൊക്കെ കട്ട് ചെയ്തു, ചിലപ്പോൾ PF എടുത്തു, മെഡിക്കൽ ബെനിഫിറ്റിലേക്ക് എടുത്തു, ഇൻഷുറൻസിലേക്ക് എടുത്തു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുറെ കാര്യങ്ങളില്ല. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് സ്പ്ലിറ്റപ്സ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. അതാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വരുന്നത്. പിന്നെ wages must have paid during first 7 days of month. ചില പല ഓഫീസുകൾക്കും പല രീതിയാണ്. ലാസ്റ്റ് വർക്കിംഗ് ഡേ, ചില ഫസ്റ്റ് വർക്കിംഗ് ഡേ പേയ്മെന്റ് കൊടുക്കും. അതിപ്പോ മാർച്ചിലെ ഫുൾ കഴിഞ്ഞു. ഇപ്പൊ മാർച്ച് ലാസ്റ്റ് വർക്കിംഗ് ഡേ മാർച്ചിലെ സാലറി, അല്ലെങ്കിൽ ഏപ്രിലിലെ ഫസ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്തിലെ ഫസ്റ്റ് വീക്കില്. ആ ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 1 വീക്കിനുള്ളിൽ തന്നെ പേയ്മെന്റ് കൊടുത്ത രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. അതൊക്കെയാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിൽ വരുന്നത്. സ്റ്റേറ്റ്മെന്റ് കിട്ടണം വേജിന്റെ. അതുപോലെ തന്നെ ഫസ്റ്റ് മന്തിന്റെ ഫസ്റ്റ് വീക്ക് തന്നെ വേജ് പേ ചെയ്തിരിക്കണം. പിന്നെ
എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. നമുക്കറിയാം ഏതൊരു കമ്പനിയും ഏതൊരു ഫേമും ഏതൊരു ഓർഗനൈസേഷനിലും ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തു. നമ്മൾ ESI ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് അത് ഫിനാൻഷ്യൽ ഹെൽപ്പും അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സും എംപ്ലോയീസിന്, അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഹോസ്പിറ്റലൊക്കെ ആകുമ്പോഴേക്കും റിസ്ക് കൂടിയ ഏരിയ ആണ്, പല ടൈപ്പുള്ള ഇൻഫെക്ഷൻസ് വരാം അല്ലെ. അതുപോലെ തന്നെ എംപ്ലോയീസ്, അവിടുത്തെ സ്റ്റാഫിന് മെറ്റേണിറ്റി ആ സമയത്ത് ലീവ്, അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറി വന്നാൽ അതെല്ലാം ഇതിനകത്ത് വരും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. പിന്നെ എംപ്ലോയർ ചെയ്യേണ്ടത് 4% ഓഫ് ടോട്ടൽ വേജ് അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ ESI ആപ്ലിക്കബിൾ ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അവർക്ക് അവിടെ ഫ്രീ ട്രീറ്റ്മെന്റും അങ്ങനെ ആ എംപ്ലോയിക്കും അയാളുടെ ഡിപ്പെൻഡന്റും കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാഫിന് ESIയുടെ ആവശ്യമില്ലല്ലോ. കാരണം സെയിം ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ ഫെസിലിറ്റി കിട്ടുവാണെങ്കിൽ അത് ആപ്ലിക്കബിൾ അല്ല. ഇതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിൽ വരുന്നത്. നെക്സ്റ്റ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1930. അത് ഈ MBBS എടുത്തു കഴിഞ്ഞ് പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമ്പോൾ ഇവരൊരു പ്ലഡ്ജ് എടുക്കുമല്ലോ, ഏകദേശം അതുപോലെ തന്നെ ലേസ് ഡൗൺ ദി കോഡ് ഓഫ് എത്തിക്സ് ഫോർ മെഡിക്കൽ. അതായത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഗുഡ് കണ്ടക്ട്, നല്ല രീതിയിൽ അവരെങ്ങനെ പെരുമാറണം അവരുടെ പ്രൊഫഷണലിൽ, അതാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനും അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനിലും. ഇപ്പൊ അറിയാം ഏത് MLA മന്ത്രിമാരൊക്കെ ആകുമ്പോ അവരൊരു പ്ലഡ്ജ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഇപ്പൊ വക്കീലാകുമ്പോഴും ഒരു പ്ലഡ്ജ് എടുക്കും. അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരമാണ് ആ ഒരു പ്ലഡ്ജ് വരുന്നത്. അത് പ്രകാരം ചില കോഡ് ഓഫ് എത്തിക്സ് പറയും, അതിനനുസരിച്ചായിരിക്കും ഇവര് വർക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ് അണ്ടർ ദ ആക്ട് ഓഫ് സെയിം ഫംഗ്ഷൻ ഇൻ ദ റെസ്പെക്ടീവ് സ്റ്റേറ്റ്. ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ ഈ ആക്ട് പ്രകാരം തന്നെയാണ് ഓരോ സ്റ്റേറ്റിന്റെ മെഡിക്കൽ കൗൺസിൽ. നമുക്കറിയാം ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റ്സിലും ഇത് അനുസരിച്ച് തന്നെയായിരിക്കും മെഡിക്കൽ കൗൺസിൽ പറയുന്നത്. നെക്സ്റ്റ്, റെക്കഗ്നേഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ കീഴിൽ നഴ്സിംഗ് സ്കൂള് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അങ്ങനെ ടീച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതും IMC തന്നെ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് തന്നെയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ സെയിം തന്നെ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സും നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടുന്ന എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് റിക്വയർമെന്റ്, പിന്നെ നേഴ്സ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരും ഇതുപോലെ തന്നെ പ്ലഡ്ജ് എടുക്കുന്നുണ്ട്, അതായത് അങ്ങനെ രീതിയിൽ പ്ലഡ്ജ് എടുക്കാറുണ്ട്. നെക്സ്റ്റ്, ഫാർമസി ആക്ട്. ഇപ്പൊ മെഡിസിൻസ് വരുന്ന ഭാഗം അല്ലെ, ഫാർമസ്യൂട്ടിക്കൽസും ഡ്രഗ് സ്റ്റോറും അതെല്ലാം അവരും ഇതുപോലെ തന്നെ അതിന് വേണ്ടത് ഇത് സെല്ല് ചെയ്യാനുള്ള ലൈസൻസ് വേണം. അതാണ് ഫാർമസി ആക്ടിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിന് മാത്രമാണ് ഇതുപോലെ മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പറയാം ഒരു മെഡിസിൻ സ്റ്റോർ, പുറത്തൊരു മെഡിസിൻ സ്റ്റോർ ഇട്ടാൽ തന്നെയും അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ്, അവർക്ക് മാത്രമാണ് ആ സ്റ്റോർ നടത്താനുള്ള ലൈസൻസ് കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്റ്റോർ നടത്താനുള്ള ലൈസൻസ് കൊടുക്കുക. അടുത്തത് ലോ ഓഫ് ടോട്ട്സ്. ടോട്ട്സ് കൊണ്ട് എന്തായിരുന്നു? എന്താ ടോട്ട്സ്? ഒരു ലാറ്റിൻ വേർഡ് ആണ്. എതിരായ തെറ്റായ നടപടി. അതെ അതെ, സിവിൽ റോങ് അല്ലെ, ഒരു ഡാമേജ് ഉണ്ടാക്കുന്ന റോങ് ആയിട്ടുള്ള കാര്യം അല്ലെ, തെറ്റായിട്ടുള്ള ഒരു കാര്യം, അതിന്റെ റിസൾട്ട് ഡാമേജ് ആയിരിക്കും, നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ട്വിസ്റ്റഡ്, ബ്രൂക്കഡ്, അങ്ങനെ താഴെ അതിന്റെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലില് മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിക്കാം. പലപ്പോഴും ഇങ്ങനെ ഓപ്പറേഷൻസ് ഒക്കെ കഴിയുമെങ്കിൽ ചെറിയ സിസറോ അല്ലെങ്കിൽ സ്വാബ്, കോട്ടൺ അതൊക്കെ വയറിനകത്തായി പോകുന്നതും അവര് ഓപ്പറേഷൻ നടത്തുന്നതും കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര പെയിൻ ആയിട്ട് പേഷ്യന്റ് വന്ന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്തിരിക്കുന്നത്. പിന്നെ അൺനെസസറി ആയിട്ട് ഓപ്പറേഷൻസ് നടത്തുക,
കൺസെന്റ് ഇല്ലാതെ ഓട്ടോപ്സി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ മെന്റൽ ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഡാമേജ് ഉണ്ടാക്കുന്ന എന്ത് ആക്റ്റുമാണ് ഈ ടോട്ട്സിൽ വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ലോസ്. എന്തൊക്കെയാണ് ആ ടോട്ട് എന്നുള്ളതാണ് വരുന്നത്. ഈ അങ്ങനെയുള്ള സിവിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡാമേജ് ഉണ്ടാക്കുന്ന റോങ് ആയിട്ടുള്ള ആക്ഷൻസ്, അതെല്ലാം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. ബ്രീച്ച് ഓഫ് പ്രൊഫഷൻ സീക്രസി. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ഓപ്പൺ, പ്രൊഫഷൻ സീക്രസി ഓപ്പൺ ചെയ്യുക, അങ്ങനെ അവരുടേതായ ചില പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് ഓപ്പൺ തുറന്നു പറയുക. പിന്നെ ഇവിടെ ബാറ്ററിങ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, അത് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നില്ലായിരുന്നു. എന്താ ബാറ്ററിങ് ഉദ്ദേശിക്കുന്നത്? ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യന്റ് കൺസെന്റ്. എന്തായിരുന്നു അത്? ഒരു പേഷ്യന്റിനെ അയാളുടെ സമ്മതമില്ലാതെ ടച്ച് ചെയ്യുന്നത്. യെസ്, അതാണ് ബാറ്ററിങ് ഉദ്ദേശിക്കുന്നത്. ഹാർംഫുൾ ഓർ ഒഫൻസീവ് ടച്ചിങ് ഓഫ് എ പേഷ്യന്റ്. ഓക്കെ, അപ്പൊ അതെല്ലാമാണ് ടോട്ടൽ വരുന്നത്. അതിനെല്ലാം ലോ ഉണ്ട്, അതിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് ലോ ഉണ്ട്. അതൊന്നും പാടില്ല എന്നുള്ളത്. ഒരു പേഷ്യന്റിന് വേണമെങ്കിൽ കേസിൽ പോകാം, ആരാണോ അങ്ങനെ ചെയ്തത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസിൽ പോകാം. ഇതാണ് ടോട്ട് ഡാമേജ് സംഭവിക്കുന്ന റോങ് ആക്ഷൻസ്. നെക്സ്റ്റ് മിസ്ലേനിയസ് ടോട്ട്. ലോ ഓഫ് ടോട്ടിൽ അത് വന്നു. അതിന്റെ എക്സാമ്പിൾസ് ആയിരുന്നു മിസ്ലേനിയസ് ആയിട്ടുള്ള ടോട്ട്, ലൈക്ക് നോയ്സസ്, പബ്ലിക്കിന് ഇൻകൺവീനിയൻസ് ആകുന്ന രീതിയിലുള്ള ഡിസ്റ്റർബൻസസ്. പിന്നെ ഡിസീറ്റ്, അതായത് ചതിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം, ഡിസോണസ്റ്റ് ആയിട്ട് സത്യസന്ധത പുലർത്താതിരിക്കുക. അല്ലെ, ചില ഡോക്ടേഴ്സ് അങ്ങനെ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ശരിക്കും ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പില് ഡോക്ടറും പേഷ്യന്റും തമ്മിൽ ചിലപ്പോൾ പേഷ്യന്റ് ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ, ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാനൊരു ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ചെന്ന ക്യാഷ്വാലിറ്റിയിൽ കിടന്നപ്പോൾ അവരൊരു HIV പോസിറ്റീവ് ആയിട്ടുള്ള അവരെ പറ്റിയിട്ടുള്ള അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഡിസോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡിഫോമേഷൻ, സ്ലാങ്, അതായത് അബ്യൂസീവ് അറ്റാക്ക്, വേർഡ്സ് മോശമായ രീതിയിൽ വേർഡ്സ് ഉപയോഗിക്കുക, അതെല്ലാം അതിനകത്ത് വരും. ഡിഫോമേഷൻ. മലീഷ്യസ് പെർസിക്യൂഷൻ. പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാം, അതായത് ഉപദ്രവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും രീതിയിലുള്ള പോയിസൺ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. പോയിസൺ യൂസ് ചെയ്യും. ഇതൊക്കെ ടോട്ടിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ടോട്ടിന്റെ കാര്യങ്ങളെ പറഞ്ഞു. ടോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അത് റിലേറ്റഡ് കസ്റ്റമേഴ്സ്, ഇവിടെ കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആക്ട് ആണ് നമ്മൾ പറയുന്നത്. അത് 1987 അത് വിത്ത് എഫക്ട്, അത് ആപ്ലിക്കബിൾ ആയി വന്നത്. അപ്പൊ ഇതിവിടെ കൺസ്യൂമർ എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്. എ പേഴ്സൺ വയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ. നമ്മളാണ്. ഇപ്പൊ ഞാനൊരു ഓട്ടോയിൽ കയറുന്നു, ആ ഓട്ടോ എന്നെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടാക്കണം. അതിനൊരു മിതമായ അതിന് മാത്രമാകുന്ന ഒരു കൂലി അയാൾ വാങ്ങണം. അതിനേക്കാൾ കൂടുതൽ വാങ്ങിയാൽ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് കേസ് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് ഒരു സാധനം നമ്മളത് വാങ്ങി, പ്രോഡക്റ്റ് വാങ്ങി, അതിൽ പറയുന്ന വിലയേക്കാളും കൂടുതൽ അവരെടുത്തെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. പിന്നെ ചില പ്രോഡക്ട്സുകൾ ഉണ്ടല്ലോ, അത് എന്തിന്റെ സർവീസുകൾ അത് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വരും. പക്ഷെ ആ സർവീസ് അവൈലബിൾ അല്ലെങ്കിൽ കേസ് കൊടുക്കാം. ഇതെല്ലാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വരുന്നതാണ്. പിന്നെ ഇതിന്റെ തീർപ്പ് 3 to 4 months തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. പിന്നെ മിനിമം കോസ്റ്റ് ആയിരിക്കും ഈ കേസ്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി കേസ് ഏറ്റവും മിനിമം കോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ കോമ്പൻസേഷൻ സം ഓഫ് മണി പ്രൊവൈഡ്സ് റീഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. കേടായി പോയ സാധനങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻ സർവീസ്. ഒരു ഡോക്ടർ പറഞ്ഞില്ലേ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളില് ഹോട്ടലും എന്തെങ്കിലും സിസറും ഒക്കെ ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് പിന്നെ വേണ്ടുന്ന ഫർദർ ട്രീറ്റ്മെന്റിനും അത്രയും പേഷ്യന്റ് സഫർ ചെയ്തതിനും ഒരു കോമ്പൻസേഷൻ
ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റിലേറ്റഡ് ഡോക്ടർ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണെന്നാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ്, ആ കേസ് നടത്താൻ മിനിമം കോസ്റ്റ് ആണ്. പിന്നെ കേസ് വലിച്ചു നീട്ടി കൊണ്ടുപോകില്ല, 3-4 monthsനുള്ളിൽ തന്നെ അതിന്റെ ഒരു കൺക്ലൂഷൻ എത്തും. പിന്നെ അതിന് ആ പ്രശ്നത്തിന് എന്താണോ കോമ്പൻസേഷൻ അത് മണിയായിട്ട് തന്നെ പേ ചെയ്യും. പിന്നെ എന്താണ് ഇങ്ങനെ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഡെഫിഷ്യൻസി എന്താണെന്നൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. കൺസ്യൂമർ എന്താണ്, ഡെഫിഷ്യൻസി എന്താണ്, സർവീസ് പറയുന്നത് എന്താണെന്നുള്ളതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് കൺസ്യൂമറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡെഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിന്റെ സർവീസ് എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ടൈം ലിമിറ്റേഷൻ. പിന്നെ ക്ലെയിം ചെയ്യുന്നത്, കൺസ്യൂമർ ചെന്ന കേസ് ഫയൽ ചെയ്യണം അല്ലെങ്കിൽ ക്ലെയിം ചെയ്യണം കോമ്പൻസേഷന് വേണ്ടിയിട്ട്. അത് വിത്തിൻ 3 years തന്നെ ഫയൽ ചെയ്യണം. ഇപ്പൊ ഞാൻ ഒരു 1 year ബാക്ക് വാങ്ങിച്ച പ്രോഡക്റ്റ് 5 വർഷം വാറന്റി ഉണ്ടെന്നായിരുന്നു എന്ന് വിചാരിക്കുക. അത് 1 year കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ പ്രശ്നം ഇതായി. പക്ഷെ ഞാൻ 3 yearsനുള്ളിൽ അത് കേസ് ഫയൽ ചെയ്തില്ല, അല്ലെങ്കിൽ അത് ലാപ്സ് ആയി പോകും. എനിക്കത് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല, ഈവൻ ദോ 5 year വാറന്റി ഉണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് കോമ്പൻസേഷന് കേസ് ഫയൽ 3 yearsനുള്ളിൽ തന്നെ വേണം. പിന്നെ 30 lakhsന് മുകളിലുള്ള കോമ്പൻസേഷൻ ആണെങ്കിൽ നാഷണൽ ഫോറം ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. 5 lakhsന് മുകളിലുള്ളതാണെങ്കിൽ സ്റ്റേറ്റ് ഫോറം ആയിരിക്കും ഡീൽ ചെയ്യുക. പിന്നെ 5 lakhs വരെയുള്ളത് ഡിസ്ട്രിക്ട്, 5 lakhs വരെയുള്ളത് ഡിസ്ട്രിക്ട്, 5 lakhsന് മുകളിൽ വരുന്നത് സ്റ്റേറ്റ് ഫോറം, അത് 30 lakhsന് മുകളിൽ വരുവാണെങ്കിൽ സെൻട്രൽ നാഷണൽ ആയിരിക്കും. അതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അപ് ടു 5 lakhs വരെ കോമ്പൻസേഷൻ ആരായിരിക്കും ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കാം. മോർ ദാൻ 5 lakhs ആണെങ്കിൽ ആരാണ്, ഗ്രേറ്റർ ദാൻ 30 lakhs ആണെങ്കിൽ ആരാണെന്നുള്ളത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ചോദിക്കും. പിന്നെ പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്. പേഷ്യന്റിന്റെ റൈറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം. പേഷ്യന്റ് രോഗത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ഇൻഫർമേഷൻസ് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തി, എന്തിനാ ടെസ്റ്റ് ചെയ്യണം, ആ കാര്യങ്ങൾ അറിയണം പേഷ്യൻസിന്. നമ്മൾക്ക് ഒരു ടെസ്റ്റ് ഡോക്ടർ എഴുതി തരുവാണെങ്കിൽ നമ്മൾ ചോദിക്കാം, എന്തിനാണ് ഡോക്ടർ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഈ ടെസ്റ്റ് ആവശ്യമുള്ളതാണോ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു തരണം. എന്തുകൊണ്ടാണ് ആ ടെസ്റ്റ് നമുക്ക് ചെയ്യുന്നതെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തന്നെ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു സർജറി ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഡോക്ടർ ആ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ട് ഈ സർജറി ചെയ്യണം, സർജറി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ കംപ്ലീറ്റ് കൺസെന്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് കംപ്ലീറ്റ് മനസ്സിലാക്കി കൊടുക്കും. ട്രീറ്റ്മെന്റ് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാനുള്ളത് റൈറ്റ് പേഷ്യന്റ് ഉണ്ട്, വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള റൈറ്റ്സും പേഷ്യന്റ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെഡിക്കൽ കോൺസിക്വൻസസ്, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പ്രൈവസി, പിന്നെ പേഷ്യന്റ് ഡീറ്റെയിൽസ് മുഴുവൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. ഇതെല്ലാം നമ്മൾ പല കാര്യങ്ങളിലും മെഡിക്കൽ റെക്കോർഡ്സിലും എല്ലാം നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയതാണ്. പിന്നെ റെഫർ ചെയ്യുമ്പോൾ, വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലുകളും ആ ഹോസ്പിറ്റലും നമ്മളെ റിലേഷൻഷിപ്പ്, അങ്ങനെ കാര്യങ്ങൾ, അങ്ങനെ പലതും. അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്, ഡോക്ടർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വിളിച്ചു ചോദിച്ച് ഡോക്ടർ ഉണ്ടോ എന്ന് അതൊക്കെ നമ്മളോട് അവർ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഡിസ്ചാർജിന് ശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ, അതെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസും പേഷ്യന്റിനെ അറിയിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം. നമ്മൾ ഈ ജനറൽ ആക്ട്സ് പറഞ്ഞതിന് പുറമെ നമ്മൾ മിസ്ലേനിയസ് ആക്ട്സ് നമ്മൾ പറഞ്ഞിരുന്നു. മിസ്ലേനിയസ് ആക്ട്സ് ഉണ്ടാവും ഹോസ്പിറ്റലിൽ മിസ്ലേനിയസ് ആക്ട്സ് ഉണ്ടാവും. ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പല ഡിപ്പാർട്ട്മെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റ് ആണെന്നും നമ്മൾ HA പഠിക്കാൻ തുടങ്ങിയ കാലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ചെറുതും ഓരോ ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും ഹോസ്പിറ്റലിന്റെ വർക്കിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് റോൾ ആണെന്നും എല്ലാം നമ്മൾ പറഞ്ഞു. ഇവൻ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാം. പിന്നെ ലിഫ്റ്റിൽ നിന്ന് പോയാൽ അതിന്റെ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനെ അത് ബാധിക്കും. എല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് ഒരു ഹോസ്പിറ്റലിന്റെ വർക്ക് നടക്കുന്നത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പല ഹോസ്പിറ്റലിന്റെ കേസിൽ മാത്രമല്ല, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും
അത് വർക്ക് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. 1860 പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിൽ വന്ന് പല ഇൻഡസ്ട്രീസും നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നൊരു ആക്ട് ആണ്. പിന്നെ എന്താന്ന് വെച്ചാല് ചില ഹോസ്പിറ്റലുകൾ ചാരിറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതുണ്ടായിരിക്കാം, ഈ പാവപ്പെട്ടവർക്ക് പേയ്മെന്റും ഇല്ലാതെ അങ്ങനെ. പിന്നെ അങ്ങനെ വോളണ്ടറി സർവീസ് ആയിട്ട് നടക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കാം, ചില NGOs നടത്തുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കാം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ആക്ടിന്റെ അണ്ടറിൽ വന്നിരിക്കണം, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും. നെക്സ്റ്റ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. നിന്ന് പബ്ലിക് ചില സ്റ്റേറ്റുകൾ അവരുടെ തന്നെ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ഹോസ്പിറ്റലിന്റെ ആ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കും പറയാറില്ലേ, SN ട്രസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ ട്രസ്റ്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. സ്റ്റേറ്റിന് ഓരോ ട്രസ്റ്റ് ആ രീതിയിലൊരു ആക്ട് വെക്കാം. അപ്പൊ അതിന്റെ അണ്ടറിൽ ഈ ഹോസ്പിറ്റലുകൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അത് രജിസ്റ്റർ ചെയ്യണം. വെറുതെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ആക്ടിന്, ഈ രണ്ട് ആക്ടിലും, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിലും സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിലും രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ നഴ്സിംഗ് ഹോംസ്, പിന്നെ ഓരോ സ്റ്റേറ്റിനും അവരുടേതായ ഒരു റീജിയണൽ ലോസ് ഉണ്ടായിരിക്കും. എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെൻട്രലിൽ നിന്നായിരിക്കും, പക്ഷെ ഇതിന് ഓരോന്നിനും ഓരോ റീജിയണൽ ലോ ഉണ്ടാവും. ഇത് മാത്രമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചില കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയും. അതിനനുസരിച്ചായിരിക്കും സെൻട്രലും സ്റ്റേറ്റും എല്ലാം ഓരോ ആക്ടും ഡിസൈൻ ചെയ്തിട്ടും ഓരോ ആക്ടും ഹോസ്പിറ്റലുകൾക്ക് അപ്ലിക്കബിൾ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ത് തന്നെയായാലും അവിടെ കുറെ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ഈ എംപ്ലോയീസിന് വേണ്ടുന്ന അവരുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ്, എത്ര മണിക്കൂർ അവർ വർക്ക് ചെയ്യണം, അവരുടെ ലീവ്, ഹോളിഡേസ്, അവരുടെ സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വർക്കിംഗ് കണ്ടീഷൻസ്, അവിടെ അവർക്ക് ആവശ്യത്തിന് റിഫ്രഷ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, അവർക്ക് വാഷ്റൂം ആവശ്യത്തിനുണ്ടോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ആക്ടിന്റെ എല്ലാം അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ PCPNDT ആക്ട് എന്ന് പറയും. അത് വായിച്ചു നോക്കണേ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഈ ഒരു അമ്മ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പും ഒരു സ്റ്റേജ് ഉണ്ടാവും, പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു സ്റ്റേജ്, ആഫ്റ്റർ ഡെലിവറി ഒരു സ്റ്റേജ്, അങ്ങനെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ PCPNDT ആക്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. സെപ്റ്റംബർ 1994 വന്നത്. അതായത് നമുക്കറിയാം സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അതൊരു റോങ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്ടർ സെക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടറെ പിന്നെ കേസാകും. അങ്ങനെ ഭയങ്കര ഇഷ്യൂസ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അബോർഷൻ, പെൺകുട്ടിയാണെങ്കിൽ നോർത്തിലൊക്കെ പലയിടത്തും അങ്ങനെ പെൺകുട്ടിയാന്ന് അറിഞ്ഞ് അതിനെ കൊല്ലാനായിട്ട് ശ്രമിക്കും അമ്മയുടെ വയറ്റിൽ വെച്ചതിന്. അതുകൊണ്ടാണ് ഈ ആക്ട് നിലവിൽ വന്നത്. PCPNDT, പ്രീ കൺസെപ്ഷൻ. ഫുൾ ഫോം ഉണ്ടോ മിസ്റ്റർ? ഇപ്പൊ താഴെയുണ്ട് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ. PC പ്രീ കൺസെപ്ഷൻ, PNDT എന്ന് പറഞ്ഞാൽ പ്രീനേറ്റൽ ഡയഗ്നോസിസ് ടെക്നിക്സ്. ഇത് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. കുട്ടിയാണോ പെണ്ണാണോ എന്ന് തുടക്കുന്ന മക്കളെ മനസ്സിലാക്കിയിട്ട് അതിനെ നശിപ്പിച്ചു കളയാനായിട്ടുള്ള ഒരു ടെൻഡൻസി ചില സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഇവിടെ നല്ല നോർത്തിലൊക്കെ ആയിരുന്നു അത് കൂടുതൽ. ഫീമെയിൽ ഫെറ്റിസൈഡ്, അത് ഭ്രൂണഹത്യ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെൺകുഞ്ഞാന്ന് അറിഞ്ഞാൽ ഭ്രൂണഹത്യ നടത്തുന്നത്. അത് നിർത്തലാക്കാൻ അങ്ങനത്തെ ഒരു ഫീമെയിൽ ഫെറ്റിസൈഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആക്ടാണ് PCPNDT ആക്ട്. ശരിക്കും അതിന്റെ ഇയർ നോക്കാം 1994. അപ്പൊ അതിന് എത്ര വർഷങ്ങൾ, അതിന് മുമ്പ് എത്രയോ അങ്ങനെ ഫീമെയിൽ ഫെറ്റിസൈഡ് നടന്നിട്ടുണ്ടാവും. ഇപ്പോഴും ഉണ്ടാകാം, നമ്മൾ അറിയണ്ടാവും. Next, MTP Act, the Medical Termination of Pregnancy Act, 1971 വന്നതാണ്. കാരണം 2 കുട്ടികൾ മതി എന്നൊക്കെ പറഞ്ഞ പരസ്യമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. An act to provide for the stoppage of certain pregnancies by registered medical practitioners and for matters linked therewith. ചില സമയത്തും പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല്, ഇനി പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഹെൽത്തിനെ ബാധിക്കും, അങ്ങനെ കേസ് വരുമ്പോഴും ഇത് ടെർമിനേഷൻ ചെയ്യാം. അല്ലെങ്കിൽ 2 കുട്ടികൾ മതിയെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് ആ ടെർമിനേഷൻ ചെയ്യും.
അതാണ് FTP ആക്ട് വന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ട് അല്ല, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 98ലാണ് വന്നത്. അതായത് എങ്ങനെ ഇതിനെ വേസ്റ്റ് മാനേജ് ചെയ്യും, മറ്റുള്ള വേസ്റ്റുമായിട്ട് ഇത്. കാരണം എല്ലാത്തിനും സെപ്പറേറ്റ് വെച്ചല്ലോ. ബയോഡിഗ്രേഡബിൾ ഒരു പാത്രം, നോൺ ബയോഡിഗ്രേഡബിൾ വേറെ, അങ്ങനെ പല പല കളർ കൊടുത്ത് ആ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. Prevention of violence and damage to property. ചില സമയത്ത് ഡോക്ടേഴ്സിനെതിരായിട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുമല്ലോ. അങ്ങനെ വരുന്ന ആ ആക്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽത്ത് കെയർ പേഴ്സൺസിന് ടു ബാൻ വയലൻസ് അഗെയിൻസ്റ്റ്. ഈ ആക്ട് പ്രകാരം ആരെങ്കിലും ഒരു ഡോക്ടർക്കെതിരെ വയലന്റ് ആയിട്ട് പെരുമാറുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഈ ആക്ട് പ്രകാരം അവരെ ശിക്ഷിക്കാമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഇടിച്ചു കയറി വന്ന് ഡോക്ടറെ ഉപദ്രവിക്കുകയോ ഹോസ്പിറ്റലിലെ പല പ്രോപ്പർട്ടീസിന് ഡാമേജ് വരുത്തുകയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഈ ആക്ട് പ്രകാരം അതെല്ലാം തെറ്റാണ്. അപ്പൊ അതിനെയാകുമ്പോൾ കേസ് എടുക്കാം. ആ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഇതിനകത്ത് കംപ്ലീറ്റ് എങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യണം, ഇറ്റ് കോഡ് ഓഫ് എത്തിക്സ്, കോഡ് ഓഫ് കോൺടാക്ട്, അവര് പെരുമാറേണ്ട രീതികൾ, അതെല്ലാമാണ് ഈ എത്തിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലീഗൽ ഇഷ്യൂസ്, പലപ്പോഴും ഹോസ്പിറ്റലിൽ വരുന്ന മെഡിക്കൽ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കോ ലീഗൽ കേസസ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സംഭവിക്കുന്ന ഡെത്ത് സംടൈംസ് മെഡിക്കോ ലീഗൽ കേസസ് ആകാം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും സംഭവിച്ചു കൊണ്ടുവരുന്ന ഡാമേജ് പറ്റി വരുന്ന ഒരു വ്യക്തി അത് ഡെത്ത് ആവുകയാണെങ്കിൽ അപ്പോഴും കേസസ് വരാം. രണ്ട് കേസിന് കൾപ്രിറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് കേസിന് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതുകൊണ്ട് മരിച്ചതാകാം, ആകാതിരിക്കാം. സെക്കൻഡ് കേസിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അവരുടെ ട്രീറ്റ്മെന്റിലെ പിഴവും ആകാൻ അങ്ങനെയും സംഭവിക്കും. അപ്പൊ അതൊക്കെയാണ് ഈ ലീഗൽ ഇഷ്യൂസിൽ വരുന്നത്. ഇതിനെല്ലാം ആ ലീഗൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ആക്ട്സ് എല്ലാം വന്നത്. ആക്ട്സ് കൺസ്യൂമർക്ക് മാത്രം ഫേവറബിൾ അല്ല, ആ ഹെൽത്ത് കെയർ സർവീസ് അവിടെയുള്ളവർക്കും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആക്ട് വരുന്നത്. ഈ ആക്ട് അനുസരിച്ച് ഓരോ ഇഷ്യൂസിനും ഓരോ ആക്ട്, പിന്നെ ജനറൽ ആക്ട്സ് വന്നു. ഹോസ്പിറ്റലിലെ എംപ്ലോയീസിനെ ഫേവറബിൾ ആകുന്ന രീതിയിലുള്ള മിനിമം വേജസ് ആക്ടും ഗ്രാറ്റുവിറ്റി ആക്ടും എല്ലാം നമ്മൾ പറഞ്ഞു. ഇതെല്ലാമാണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് വരുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോയാലോ? നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. മെഡിക്കൽ റെക്കോർഡ്സ്. ആരൊന്നും പറയുന്നില്ലല്ലോ. വീണ്ടും കൺഫ്യൂഷൻ ആണോ? ചാപ്റ്റർ എത്ര കൺഫ്യൂഷൻ ആണെന്ന് എനിക്ക് അറിയില്ല. ഈസിയാണ്. വായിച്ചു നോക്കൂ. വായിച്ചിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ മാം, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടുമോ ഇതിന്റെ? നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണോ? പ്രീവിയസ് ഇയറിലൊക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസോ? അത് ഞാൻ ഇവിടെ അന്വേഷിച്ച് നോക്കട്ടെ. നമ്മൾ അന്ന് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞാലോ? ഫസ്റ്റ് വൺ, ലോ ഈസ് എ സിസ്റ്റം ഓഫ് ഡാഷ്. 4 ഓപ്ഷൻസ് ആയിരുന്നു. റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഓൾ ഓഫ് ദീസ്. ലോ ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞത് അല്ലേ? ഹോസ്പിറ്റൽ ഷുഡ് ബി സേഫ് ഫ്രം എക്സ്പ്ലോസീവ്സ് ആൻഡ് ഡാഷ്. Water sources, yes, inflammatory gases. Example or examples of medico-legal cases. ഞാൻ പറഞ്ഞിരുന്നു അതിൽ ക്വസ്റ്റ്യൻ അങ്ങനെ വരാം. സ്നേക്ക് ബൈറ്റ്, ഇലക്ട്രോക്യൂഷൻ. ഇലക്ട്രോക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് ബേണിംഗ് സംഭവിക്കുന്നത്. RTA, റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്, ഓൾ ഓഫ് ദം. ആ ലിസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. Minimum Wages Act 1948 can be applied when number of employees greater than 20. Payment of Gratuity Act 1972
can be applied to 1 year in case of death. An option, 2 year service completed workers, 5 year service completed workers. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? 1 year 1 year in case of death, 5 year service completed workers. completed workers. 4 ഓപ്ഷൻ ആയിട്ട് തന്നേക്കണം ബോത്ത് എ ആൻഡ് സി ആണ്. അതായത് ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ശരിയാണെന്നുള്ള രീതിയിലാണ് തന്നത്. ആ ഒരു ചാപ്റ്ററിന് അത്രയും ക്വസ്റ്റ്യൻസ് നമ്മളന്ന് എഴുതിയിട്ടില്ലായിരുന്നു. അടുത്തത് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞാൽ എന്തൊക്കെ വരും? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാവുന്നത്? പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസ്. Yes. Who, what, why, where and when of patient care to the hospital. And ഇന്ന് ഞാൻ എനിക്ക് സുഖമില്ലാത്ത ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ആദ്യമായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമെന്ന് വിചാരിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് എന്താ ചോദിക്കാം, പണ്ട് ഇതുപോലെ റിലേറ്റഡ് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ അത് അതിനകത്ത് നോട്ട് ചെയ്യും. സോ പേഷ്യന്റ് ഹിസ്റ്ററി, പിന്നെ അപ്പോഴുള്ള എന്റെ പ്രശ്നം വെച്ചിട്ട് ഡോക്ടർ ചില ഫൈൻഡിങ്സ് കണ്ടുപിടിക്കും. ആ ഫൈൻഡിങ്സ് ഉണ്ടാകും. പിന്നെ നോക്കുമ്പോൾ ഡോക്ടർ ഇനി എന്തെങ്കിലും ടെസ്റ്റ് ചെയ്താലാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അടുത്തത് ചിലപ്പോൾ ലാബ് ടെസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ സ്കാനിങ് ആയിരിക്കാം, ബ്ലഡ് ടെസ്റ്റുകളായിരിക്കാം. അങ്ങനെയുള്ള ടെസ്റ്റ് റിസൾട്ട്സ്, ഡയഗ്നോസ്റ്റിക് റിസൾട്ട് അല്ലേ. നമുക്ക് നമ്മൾ ജസ്റ്റ് നമ്മളെ തന്നെ ഒരു എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആലോചിച്ച് നോക്കാം. ഇത്രയും കാര്യങ്ങൾ എന്തായാലും മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാവും. പിന്നെ ഫർദർ ട്രീറ്റ്മെന്റ് ഞാൻ ഓരോ പ്രാവശ്യം റിന്യൂ ചെയ്യുമ്പോൾ, റിവ്യൂ ചെക്കപ്പിന് ചെല്ലുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. എനിക്ക് ചിലപ്പോൾ പ്രൊസീജിയർ വേണ്ടി വരുവാണെങ്കിൽ ഒരു സർജറി എനിക്ക് നടത്തണം, സോ സർജറിക്ക് മുമ്പുള്ള കാര്യങ്ങൾ എഴുതി വെക്കും, സർജറി നടക്കുമ്പോഴുള്ള ഫൈൻഡിങ്സ് എഴുതി വെക്കും, സർജറിക്ക് ശേഷമുള്ള കെയർ കാര്യങ്ങൾ, മെഡിസിൻസ്, മെഡിക്കേഷൻസ് എല്ലാം എഴുതി വെക്കും. അതെല്ലാം അതിലുണ്ടാവും. ഓരോ പ്രാവശ്യം റിവ്യൂ ചെയ്യുമ്പോഴും അതിന്റെ ഡീറ്റെയിൽസ് എഴുതും. ഇതാണ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ ചുമ്മാ നമ്മൾ നോട്ട്ബുക്കിൽ നോട്ട്സ് എഴുതുന്ന പോലെ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് എഴുതാൻ പറ്റില്ല അല്ലേ. അതിന് സർട്ടൺ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ്സ് എന്താണ്, ആ മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെ കീപ്പ് ചെയ്യണം, എവിടെ കീപ്പ് ചെയ്യണം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഞാൻ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് ചെയ്തതുപോലെ, എത്തിക്സ് ആൻഡ് മെഡിക്കൽ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് ചെയ്ത പോലെ പാരഗ്രാഫ് ആയിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പറഞ്ഞു പോകുന്നല്ലേ. മിസ് എല്ലാം അങ്ങനെ പറയണ്ട. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് ഒന്നുകൂടെ അങ്ങനെ പറഞ്ഞത്. ക്ലാരിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ഒക്കെ ഒന്ന് പറഞ്ഞാല് നമുക്ക് വരാൻ പോകുന്ന ചാൻസ് ഉള്ളതൊക്കെ പറഞ്ഞാലേ. ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മള് ഓൾറെഡി എഴുതി സബ്മിറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് റിലേറ്റഡ് മാത്രമായിരിക്കും വരിക. അപ്പൊ അതിന് ചിലപ്പോൾ ആക്ട് ഒന്ന് മാറ്റി പറയുമായിരിക്കും. ഇതിനകത്ത് ഗ്രാറ്റുവിറ്റി ആക്ടും വേജ് ആയിരിക്കും പറഞ്ഞത്, മറ്റേ ഏതെങ്കിലും ആക്ട്. ഇപ്പൊ ആക്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. പേഷ്യൻസ് രണ്ട് രീതിയിൽ വരാം അല്ലെ. ഇൻ പേഷ്യന്റ് ആകാം, ഔട്ട് പേഷ്യന്റ് ആകാം, ഒപ്പിയിൽ വരാം, അഡ്മിറ്റ് ആകാം. അങ്ങനെ രണ്ട് രീതിയിൽ വരുമ്പോൾ റെക്കോർഡ്സ് എഴുതുന്നത് രണ്ട് രീതിയിലായിരിക്കും. ഓക്കെ, കാരണം ഇൻ പേഷ്യന്റ് ആവുന്നത് മെഡിക്കേഷൻ കൊടുത്ത് പറഞ്ഞു വിടാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അങ്ങനത്തെ കേസ് വരുമ്പോഴാണ് ഇൻ പേഷ്യന്റ്. അപ്പൊ അതിനനുസരിച്ച് പേഷ്യന്റിന്റെ റെക്കോർഡ് അതിനനുസരിച്ച് മാറ്റണം. എന്തെല്ലാം അതിനകത്ത് വരുന്നുള്ളത് ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. ഇനി നമുക്കറിയാം ഒരേ പേരുള്ള പല പേഷ്യൻസ് വരും. ഇവൻ ചിലപ്പോ ഇനിഷ്യൽസ് തന്നെ ഒരേപോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ പേഷ്യന്റിനെ മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? പേര് മാത്രം മതിയോ? ഏജ്, സെക്സ്, ഏജ്, പിന്നെ അഡ്രസ്. അതിനേക്കാൾ എളുപ്പത്തിൽ ഹോസ്പിറ്റലുകാർ സൂക്ഷിക്കുന്നത് എന്താ? അവരെന്ത് നോക്കി ആളെ പെട്ടെന്ന് ഒരു നമ്പർ ഉണ്ടാവും, ഐ ഡി പോലത്തെ ഐ ഡി നമ്പർ ഉണ്ടാവും. 6 ഡിജിറ്റ് ആകാം, 7 ഡിജിറ്റ് ആകാം, 8 ഡിജിറ്റ് ആകാം, ഡിപ്പെൻസ് അല്ലേ. അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മിക്ക ഹോസ്പിറ്റലുകളും അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. അതാണ് മെഡിക്കൽ റെക്കോർഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യും. നമുക്കറിയാം, നമുക്കൊരു OP കാർഡ് ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ നമ്പർ അതിനകത്ത് അറിയാം. അപ്പൊ നമ്മൾ നമ്മളുടെ വീട്ടിലെ തന്നെ കുട്ടിയെയും കൊണ്ട് പോയി രണ്ടുപേർക്ക് ആവശ്യമെങ്കിൽ ചിലപ്പോൾ ഒരേ സീരീസിലുള്ള നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. പേഷ്യന്റിന്റെ ID, അപ്പോയിന്റ്മെന്റ് കാർഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സിസ്റ്റം.
നമുക്ക് ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാം, നേരിട്ട് പോയി അപ്പോയിന്റ്മെന്റ് എടുക്കാം. ചില ഡോക്ടേഴ്സ് തിരക്കാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് പ്രീവിയസ് ആയിട്ട് ബുക്ക് ചെയ്യും. അപ്പൊ നമുക്കൊരു ബുക്കിംഗ് ടോക്കൺ നമ്പർ തരും. ചില ഹോസ്പിറ്റലുകൾ അങ്ങനെ, ഇതാണ് നിങ്ങളുടെ നമ്പർ, വരുമ്പോ ഈ നമ്പർ പറയണം എന്ന് പറയും. നമ്മൾ ആ നമ്പർ പറയുമ്പോൾ ഒരാളുടെ പേരും ഒ പി നമ്പർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയോ ആർക്കെങ്കിലും വേണ്ടിയോ ഹോസ്പിറ്റലിൽ പോയി നമുക്കത് ക്ലിയർ ആണ്. പിന്നെ അത് ഉണ്ടായിരിക്കും. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്തു, എന്തെല്ലാം സ്കാനിങ്, അങ്ങനെ ഡയഗ്നോസിസ് എന്തെല്ലാം ചെയ്തു, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ചില സമയത്ത് പേഷ്യൻസിനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ആ ഒരു ഹോസ്പിറ്റലിൽ അതിന് വേണ്ടുന്ന സൗകര്യമില്ലെങ്കിൽ അതെല്ലാം അവിടെ റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഇവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ ചിലപ്പോൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കയ്യിൽ കോപ്പി കൊടുത്തു വിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്. അതെല്ലാം നമുക്കറിയാം. നമ്മൾ ഇതിലെ കൂടെ ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കുറെ കാര്യങ്ങളാണ്. പിന്നെ ആക്സിഡന്റ് എമർജൻസി സർവീസ് ഒക്കെ വരുമ്പോഴേക്കും പെട്ടെന്നായിരിക്കും അല്ലെ. ആ സമയത്ത് കോപ്പി നമ്പർ നോക്കി ഫയൽ പോയി നോക്കാനൊന്നും പെട്ടെന്ന് ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അതിനനുസരിച്ച് ഒരു എൻട്രി ആയിരിക്കും വരും. പിന്നീട് പേഷ്യന്റ് സ്റ്റേബിൾ ആയി കഴിയുമ്പോഴേക്കും ഓൾറെഡി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തൊരു പേഷ്യന്റ് ആണെങ്കിൽ അയാളുടെ പ്രീവിയസ് റിപ്പോർട്ട് എല്ലാം എടുത്ത് ചെയ്യുന്നത്. അതല്ല അവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്ന പേഷ്യന്റ് ആണെങ്കിൽ അപ്പൊ തുടങ്ങും അയാളുടെ ഒരു റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതല്ല കാഷ്വാലിറ്റിയിലേക്ക് വന്ന ആ ഒരു കേസാണെങ്കിൽ കാഷ്വാലിറ്റി എപ്പോഴും അതിന്റെ ഒരു കോപ്പി സൂക്ഷിക്കും. പിന്നെ അഡ്മിഷൻ എടുക്കുന്നത്, പിന്നെ ചില പേഷ്യൻസ് ഓടിപ്പോവാൻ അല്ലെ, ഒളിച്ചോടി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അബ്സ്കോണ്ടഡ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത് പേഷ്യന്റെ ഫയല് റെക്കോർഡ് ചെയ്യണം. പേഷ്യന്റ് കാണാതായ സമയവും ഡേറ്റും എല്ലാം റെക്കോർഡ് ചെയ്യണം. പിന്നെ എന്താ, എന്നിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് എങ്ങോട്ട് പാസ് ചെയ്യണം? അബ്സ്കോണ്ടഡ് പേഷ്യൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഫിസിഷ്യൻ അത് നല്ലപോലെ നോക്കി സൈൻ ചെയ്ത് വെക്കണം. കാരണം പോലീസ് വരുമ്പോൾ ഈ റെക്കോർഡിന്റെ കോപ്പി അവരെ കാണിക്കേണ്ടതാണ്. അങ്ങനെയുള്ള കേസസിലെല്ലാം ഈ റെക്കോർഡ്സ് കാണിക്കുക. അല്ലാത്തപ്പോൾ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ പേഷ്യന്റ് കാണുന്ന ഒരു ഡയബറ്റോളജിസ്റ്റിനെയാണ്, പേഷ്യന്റിന് പെട്ടെന്ന് ബോണിൽ പ്രശ്നം വന്നു, ഓർത്തോയെ കാണിക്കണം. അപ്പൊ പേഷ്യന്റ് കൺസെന്റോട് കൂടി ആ ഡോക്ടർക്ക് റെഫർ ചെയ്യുമ്പോഴാണ് ആ ഡോക്ടറെ കാണിക്കൂ അതിന്റെ റെക്കോർഡ്സ്. അപ്പൊ ഈ അബ്സ്കോണ്ടഡ് പേഷ്യൻസ് ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും നമ്മൾ ഡിക്ലറേഷന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ പേഷ്യന്റ് ഡിക്ലെയർ ചെയ്യും, അല്ലെങ്കിൽ പേഷ്യന്റ് അതിനുള്ള പൊസിഷൻ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റെസ്പോൺസിബിൾ ആയിട്ട് പേഷ്യന്റ് കൂടെ ആരാണോ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ളത് അവര് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവര് ആ ഡിക്ലറേഷൻസ് സൈൻ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞപ്പോ ഇൻ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തു, പേഷ്യന്റ് അപ്പോഴുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. ഈ പലപ്പോഴും ഈ കംപ്ലീഷൻ ചിലപ്പോ ടൈംലി നടക്കാതെ വരും. അപ്പൊ പറയുന്നത് എന്താണ്, ശരിക്കും പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫിസിഷ്യൻ അത് കംപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് നോക്കണമെന്നുണ്ടോ മെഡിക്കൽ റെക്കോർഡ് പോളിസീസിന്റെ? ഈ പോയിന്റ്സ് അല്ലേ, ബുള്ളറ്റ് പോയിന്റ്സ് അല്ലേ? ഇത് മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് വരുന്ന ഈ ബുള്ളറ്റ് പോയിന്റ്സ് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി ഇത് അറിയാൻ പറ്റുമായിരിക്കും. കാരണം നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, ഒരു മെഡിറ്റേഷൻ പോലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഫസ്റ്റ് എന്താണ് നടക്കുന്നത്? രജിസ്ട്രേഷൻ. അപ്പൊ അവിടെ നിന്ന് അവർ നമുക്ക് ഒരു നമ്പർ തരുന്നു. അങ്ങനെ 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 നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്നൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെയും എഴുതാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ എനിക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഫിസിഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഫിസിഷ്യന്റെ ഡ്യൂട്ടിയാണ്. പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ അത് കംപ്ലീറ്റ് ആക്കണം. ഇല്ലെങ്കിൽ പേഷ്യന്റ് ഡിസ്ചാർജ് ആയിട്ട് അതിനെ മെഡിക്കൽ റെക്കോർഡ് പിന്നെ മെഡിക്കൽ റെക്കോർഡ് റൂമിലേക്ക് അതിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും പോകുന്നത്. പിന്നെ ഡോക്ടർ അവിടെ പോയി ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും പിന്നെ പറഞ്ഞു ഒരു 1 മന്തിനുള്ളിൽ തന്നെ ഈ പേഷ്യന്റ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മോർ ദാൻ 30 days അത് കംപ്ലീറ്റ് ആകാതെ ഇരിക്കുക. അങ്ങനെയല്ല, എങ്ങനെ കംപ്ലീഷൻ എങ്ങനെയായിരിക്കണം അതാണ് ഇവിടെ വരുന്നത് പോയിന്റ്സ്.
പിന്നെ ഇത് കോഡ് ചെയ്യേണ്ടത് ഓൾ ദ പേഷ്യന്റ് റെക്കോർഡ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് കേസസ് ഹൗ ടു കോഡ് അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ. ഇതിന് ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പം ഔട്ട്പുട്ട് പേഷ്യന്റ് ഒരു നമ്പർ കൊടുക്കുന്നതാണെങ്കിലും ഇൻപേഷ്യന്റ് നമ്പർ കൊടുക്കുന്നതിനായിട്ട് നമ്പറിംഗ് സിസ്റ്റം അതെല്ലാം സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഇപ്പൊ എല്ലാം സിസ്റ്റത്തിലാണല്ലോ, സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അങ്ങനെ സോഫ്റ്റ്വെയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിനനുസരിച്ച് വേണം കൺവേർട്ട് ചെയ്യാനായിട്ട്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ചില കോഴ്സുകൾ കുട്ടികൾ പഠിക്കില്ലേ, കംപ്ലീറ്റ് അതിനകത്ത് മെഡിക്കൽ പഠിച്ചിട്ടുണ്ട് രമ്യ ടീച്ചർ പോർഷനിലുണ്ട്. അത് കേട്ടില്ല, മനസ്സിലായില്ല? ആ കോഡിങ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാ. രമ്യ ടീച്ചർ ചാപ്റ്ററിലുണ്ട് കോഡിങ്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് അതാണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻ. അതനുസരിച്ചായിരിക്കും കോഡിംഗ്. ഇപ്പൊ എല്ലാത്തിനും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഓരോ പോളിസീസ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ ചില റെക്കോർഡ്സ് മിസ്സിംഗ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് മിസ്പ്ലേസ്ഡ് ആയതായിരിക്കാം, അങ്ങനെയൊക്കെ വരാം. ചിലർക്ക് സ്റ്റോളൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത്, എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് ആരെങ്കിലും അവിടുന്ന് എടുത്തിട്ട് പോകുന്നത്, അങ്ങനത്തെ കേസസ് വരാം, മിസ്സിംഗ് റെക്കോർഡ്സ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പേഷ്യന്റിന് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മിസ്സിംഗ് റെക്കോർഡ്സിന്റെ കേസസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ വെച്ചാൽ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് മിസ്സിംഗ് റെക്കോർഡ്സ് ഒക്കെ അതിന്റെ ഹാർഡ് കോപ്പി മിസ്സായാലും അത് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും. മെഡിക്കൽ റിവ്യൂ ഓഫീസർ ആണ് ഇതിന്റെ ചാർജ് വരുന്നത്, ഈ റെക്കോർഡ്സിന് വരുന്നത്. പിന്നെ പേഷ്യൻസ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഞാൻ പറഞ്ഞിരുന്നു. ചില ഹോസ്പിറ്റലുകളിൽ ഓരോ ഡോക്ടേഴ്സിനും സെപ്പറേറ്റ് ഫയലായിരുന്നു. അപ്പൊ അത് ഒരു പേഷ്യന്റിന് ഒന്നിൽ കൂടുതൽ ഫയലുള്ള കേസസ് ആണ്. ചില ഹോസ്പിറ്റലുകളിൽ അത് ഒറ്റ ഫയലായിട്ട് സൂക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ ഫിസിഷ്യന്റെ അടുത്ത് പോയി, അതിനു മുമ്പ് നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിരുന്നു സെയിം ഹോസ്പിറ്റലിൽ. അപ്പൊ ആ ഫിസിഷ്യനെ നോക്കാൻ പറ്റും ആ ന്യൂറോളജിസ്റ്റിനെ കണ്ടത് എന്ത് പ്രോബ്ലം ആയിരുന്നു, അപ്പൊ റിലേറ്റ് ചെയ്യാം. അവർക്ക് അസുഖങ്ങൾ വരുമ്പോൾ റിലേറ്റ് ചെയ്യാം. അതേസമയം ഇങ്ങനെയാകുമ്പോൾ 2-3 ഫയൽ കൊണ്ടുവന്ന് ഡോക്ടറുടെ ടേബിളിൽ വെക്കേണ്ട അവസ്ഥ വരും, ഈ മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. അതിന് നല്ലതെല്ലാം സോഫ്റ്റ്വെയർ ആക്കി കഴിയുമ്പോൾ നമുക്കത് ഈസി ആയി. നമ്മൾ അവിടുത്തെ ലാസ്റ്റ് മോഡ്യൂളിൽ അതായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ, സോഫ്റ്റ്വെയർ ആക്കി മാറ്റിയതിന്റെ അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളുമാണ് ലാസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ അതായിരുന്നു നമ്മൾ ലാസ്റ്റ് മോഡ്യൂൾ വരുന്നത്. ഈ ഒരു സിസ്റ്റം ആയിരുന്നു ഹാർഡ് കോപ്പിയെക്കാളും സോഫ്റ്റ് കോപ്പിയുടെ ബെനിഫിറ്റ്സ് ഒക്കെ വരുന്നതായിരുന്നു പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് ഒരു റെക്കോർഡായി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണം സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ റെക്കോർഡ്സ് കോൺഫിഡൻഷ്യൽ ആണെന്ന് പറഞ്ഞു, പക്ഷെ ആർക്കൊക്കെ ഇത് കൊടുക്കാം? ഈ റെക്കോർഡ്സ് ആർക്കല്ല, ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമാണ് റെക്കോർഡ് കൈകാര്യം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും മെഡിക്കോ ലീഗൽ കേസസ് വരുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ്, കോർട്ട്, പോലീസ് അവർക്കും ഹാൻഡ് ഓവർ ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെഷനിൽ കൊടുക്കും. പേഷ്യന്റ് അഡ്മിറ്റ് ആയി ബില്ലിംഗ് ചെയ്യണം, ആ സമയത്ത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അത് കൊടുക്കും. പിന്നെ ഏതെങ്കിലും സമയത്ത് ഒരു മേജർ ഒരു സർജറി ചെയ്യേണ്ട ഒരു പേഷ്യന്റ് ആണ്, ആ സർജറിക്ക് ഒരു ഡോക്ടർ മാത്രമല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിന് നേതൃത്വം വഹിക്കുന്നതാണെങ്കിൽ അവരുടെ മീറ്റിംഗ്സിലും ഈ റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മെഡിക്കോ ലീഗൽ കേസസ് നമ്മൾ ഓൾറെഡി എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ തന്നെ എൻട്രി ചെയ്യും. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സിൽ അത് പ്രത്യേകമായിട്ട് കാണിക്കും. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം രജിസ്റ്റർ ഉണ്ടായിരിക്കും. അതിലൊരു പ്രത്യേകമായിട്ട് സ്റ്റാമ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ ആയിരിക്കും അത് അവിടെ സൂക്ഷിക്കുന്നത്. റിലീസ് ഓഫ് ഇൻഫർമേഷൻ, ഇത് കോൺഫിഡൻഷ്യൽ ആണെന്ന് പറഞ്ഞു. സർട്ടൻ കേസസിൽ മാത്രമാണ് ഇൻഫർമേഷൻ റിലീസ് ചെയ്യുള്ളൂ. വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീമാണ് ആളുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നെങ്കിൽ ആ ടീമുമായിട്ടുള്ള മീറ്റിംഗിൽ മാത്രം, അല്ലെങ്കിൽ കേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം ആ രീതിയിൽ ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്നതാണ് നമ്മൾ പറഞ്ഞു.
MRD എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ സം കേസ് പെട്ടെന്ന് ഒരു മനസ്സിലാക്കാത്ത പേരില്ലാത്ത അസുഖം കണ്ടുപിടിച്ചു. അത് ചിലപ്പോൾ നമ്മൾ അറിയാം നിപ്പ കൊറോണയൊക്കെ തുടങ്ങിയ സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നുണ്ടെങ്കിൽ അത് അതോറിറ്റീസിനെ റിപ്പോർട്ട് ചെയ്യും, ഹെൽത്ത് അതോറിറ്റിനെ റിപ്പോർട്ട് ചെയ്യും. കാരണം വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കാൻ ആളുടെ ഐഡന്റിറ്റി കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കും. ഡിസീസിന്റെ കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യും, എല്ലാം അറിയിക്കും, അതോറിറ്റീസിനെ അറിയിച്ച് എന്താണ് പ്രിപ്പറേഷൻസ് കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. പിന്നെ അതുപോലെ തന്നെ ബർത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റി കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ബർത്ത് എങ്കിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് ആ കോർപ്പറേഷനിലായിരിക്കും. അപ്പൊ അവരെ ഇൻഫോം ചെയ്യണം ഹോസ്പിറ്റലിൽ തന്നെ. ഡെത്ത് സംഭവിക്കുകയാണെങ്കിലും അതും ഇൻഫോം ചെയ്യണം. പിന്നെ ഫ്യൂച്ചർ ഡെത്ത്സ്, അതായത് അമ്മയുടെ വയറ്റിൽ തന്നെ വെച്ച് കുഞ്ഞ് മരിച്ചു പോകും, പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കാതെ അങ്ങനെ ഉള്ളിൽ തന്നെ വെച്ച് മരിച്ചു പോകുന്ന കേസസ് അതെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സിലെ കണ്ടന്റ് എന്തൊക്കെ വരാം, എന്തെല്ലാം കാര്യങ്ങൾ വരാം എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. എന്തായിരുന്നു? ഒരു ഡിക്ലറേഷൻ ആണല്ലേ, നമ്മൾ പറയില്ലേ ഐ ഡു ഹിയർ ബൈ അറ്റസ്റ്റ് ദാറ്റ് ദിസ് ഇൻഫർമേഷൻ ഈസ് ട്രൂ ടു ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ചെയ്യില്ലേ. ചിലപ്പോൾ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിന് ഡോക്ടർ അറ്റസ്റ്റ് ചെയ്യും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അറ്റസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഡോക്ടേഴ്സ് അല്ലേ അറ്റസ്റ്റ് ചെയ്ത് തരുന്നത്. അതാണ് ഈ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അത് മെഡിക്കൽ റെക്കോർഡ്സിലും വരും. പേഷ്യന്റ് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് വെരിഫൈ ചെയ്ത് കണ്ടെത്തി ഡയഗ്നോസ് ചെയ്തിട്ട് ഞാനത് ആ ഇൻഫർമേഷൻസ് എല്ലാം പ്രൂവ് ആണെന്ന് ഞാൻ അറ്റസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അറ്റസ്റ്റ് ചെയ്യുന്നതാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. അഡ്മിഷൻ സമയത്തുള്ള സ്റ്റേറ്റ് അതാണ് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. പിന്നെ കണ്ടന്റ് ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, ചില കേസസിൽ നമ്മൾ റിലീസ് ചെയ്യുന്നു പറഞ്ഞു ഇൻഫർമേഷൻ. പിന്നെ സ്പെഷ്യൽ കൺസെൻസ്, ചില പ്രത്യേക പ്രൊസീജിയറുകൾ ചെയ്യാനായിട്ട് കൺസെന്റ് വാങ്ങും പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ചില ടെസ്റ്റുകൾ നടത്താൻ, അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഇഞ്ചക്ഷൻ തരാൻ എല്ലാം പ്രത്യേകം കൺസെന്റ് വാങ്ങും. അതൊക്കെ ചിലപ്പോൾ സൈൻ ചെയ്യുന്നതാണ്. പിന്നെ അഡ്മിഷൻ ഡിസ്ചാർജ് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ്, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ. കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. പിന്നെ റെക്കോർഡ്സ് നമുക്ക് നമ്മളുടെ റെക്കോർഡിലൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമ്മളിപ്പോ ഒരു ഫിസിഷ്യനെ കണ്ടു, പനി വന്നു, ഫിസിഷ്യനെ കണ്ടു, നെക്സ്റ്റ് ഒരു പനി വരുമ്പോഴായിരിക്കും കാണുന്നത്, കാര്യമായ വിവരങ്ങളൊന്നും അതിൽ ഉണ്ടാവില്ല. അതേസമയം ഒരു അമ്മ പ്രഗ്നന്റ് ആയി ആദ്യമായിട്ട് ഗൈനക്കോളജിസ്റ്റ് കാണുന്നു, അപ്പൊ അന്നത്തെ ഫൈൻഡിങ്സ് ഉണ്ടാവും. ടെസ്റ്റ് എന്തെങ്കിലും യൂറിൻ ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ ചെയ്തോ അതുണ്ടാവുമായിരിക്കും, സ്കാനിങ് നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു 9 months അല്ലെങ്കിൽ ഡെലിവറി നടക്കുന്നവരെ അമ്മ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുക. ആഫ്റ്റർ ഡെലിവറി 1 month കഴിയുമ്പോൾ കൊണ്ടുവരാൻ ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് പറയും. അതുവരെയുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. സെക്കൻഡ് പ്രഗ്നൻസി വരുമ്പോൾ വീണ്ടും ഇതേ ഡോക്ടറെ കാണുന്നെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിരിക്കും ആ റെക്കോർഡ്. പിന്നെ അമ്മയ്ക്കും സിസേറിയൻ ആണ് ചെയ്തെങ്കിൽ അത് കൺസെന്റ് കൊടുത്തതിന്റെ കോപ്പി അതിനകത്തുണ്ടായി. അങ്ങനെ സാധാരണ ഒരു പനി വന്ന് പോകുമ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരു പ്രഗ്നൻസി റിലേറ്റഡ് എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ അതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ ഓർഗൻ എന്തെങ്കിലും കിഡ്നി കംപ്ലൈന്റ് ആയിട്ട് ചെല്ലുന്നു, കിഡ്നി വെക്കണം, അപ്പൊ അവിടെ നമുക്ക് കിഡ്നി തരാനായിട്ട് മകനും അച്ഛനും ആണെന്ന് വിചാരിക്കാം, അച്ഛൻ മകന് ഡൊണേറ്റ് ചെയ്യുന്നു ഇവർ. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അച്ഛന്റെ കൺസെന്റും ഡോക്ടറുടെ അറ്റസ്റ്റേഷനും അങ്ങനെയുള്ള കാര്യം. അതൊക്കെ കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില സർജറി ഒക്കെയാണല്ലോ, മേജർ സർജറി ഒക്കെയാണ്. അവിടെ 2 പേർക്കും എന്തെങ്കിലും വേണമെങ്കിൽ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് റിസ്ക് ഉള്ള കാര്യമാണ്. അതിന്റെ റെക്കോർഡ്സിലൊക്കെ കുറെ കൂടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ കണ്ടീഷൻ എന്താണ് അതിന്റെ സീരിയസ്നെസ് അനുസരിച്ച് റെക്കോർഡ്സിൽ അതിന് മാറ്റങ്ങൾ വരും. നമുക്ക് ഈ റെക്കോർഡ്സിൽ നമുക്ക് കൂടുതലായിട്ട് വരാനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കഴിഞ്ഞിട്ടില്ല റെക്കോർഡ്സ്, ടൈം കഴിയാറായല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. യൂണിറ്റ് ഒന്ന് കഴിയുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ് ഈസ് എ ഡാഷ് റെക്കോർഡ്. എന്തായിരിക്കും? ലീഗൽ റെക്കോർഡ്. മാനുവൽ, ലീഗൽ, ടെസ്റ്റ്, ട്രീറ്റ്മെന്റ്. ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലീഗൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ്സ് ഇൻക്ലൂഡ്സ്. മെഡിക്കൽ റെക്കോർഡ് എന്തൊക്കെ ഉണ്ടാവും? പേഷ്യന്റ് ഹിസ്റ്ററി, ടെസ്റ്റ് റിപ്പോർട്ട്, മെഡിക്കേഷൻ. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് കഴിക്കുന്നത്. ഓൾ ഓഫ് ദ എബോവ്. പേഷ്യന്റ് ഹിസ്റ്ററി, ടെസ്റ്റ് റിപ്പോർട്ട്, മെഡിക്കേഷൻ. ഇതും ചോദിക്കാം. ചോദിക്കേണ്ടതായിട്ട് ഒന്നുമില്ല, ഇതും ചോദിക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ റെക്കോർഡ് ഷുഡ് ബി ഓർമ്മയുണ്ടോ? കോൺഫിഡൻഷ്യൽ, ഓതന്റിക്, ലെജിബിൾ എന്നൊരു വേർഡ് നമുക്കുണ്ട്. ഓൾ ഓഫ് ദ എബോവ്. മൂന്ന്. പിന്നെ റെഫറൽ ഓഫ് എ പേഷ്യന്റ് ഫ്രം എ ക്ലിനിക് പ്രൊഡ്യൂസ്. ഒരു പേഷ്യന്റ് ഒരു ക്ലിനിക്കിൽ നിന്ന് റെഫർ ചെയ്യുമ്പോൾ എത്ര കോപ്പീസ് ആണ് കരുതുന്നത്? ഒന്ന് ആ ഹോസ്പിറ്റലിൽ വെക്കാനും ഒന്ന് മറ്റേ ഹോസ്പിറ്റലിലേക്കും ഒന്ന് പേഷ്യന്റ് കയ്യിൽ കൊടുക്കാനും. ഡാഷ് പേഷ്യന്റ് ഷുഡ് ബി കൺവേഡ് ടു ദി പോലീസ്. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ പോലീസിനെ പോകുന്ന പേഷ്യൻസ് അല്ലെ? ഓക്കെ. പ്രോഗ്രസ് നോട്ട്സ് ഇൻ നമ്മളത് പറഞ്ഞു പോയിട്ടില്ല, എന്നാലും ഞാനത് പറയുമോ. നോട്ട്സ് ഇൻ ക്ലിനിക്കൽ ഡേറ്റ കൺസിസ്റ്റ് ഓഫ്. പ്രോഗ്രസ് നോട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? റെക്കോർഡ്സിലെ പ്രോഗ്രസ് നോട്ടിൽ എന്തെല്ലാം ഉണ്ടാവും? അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്. ഓൾ ഓഫ് ദ എബോവ്. കിട്ടും. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. മിസ്ലേനിയസ് റിപ്പോർട്ട്സ് കൺസിസ്റ്റ് ഓഫ്. മിസ്ലേനിയസ് റിപ്പോർട്ട് അത് നമുക്കിനി പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? പോരെ? അതെനിക്ക് നല്ലത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് പറയാം. നാളെ ഉണ്ടാവും. ഒരിക്കൽ നിൽക്കുക. അപ്പൊ നാളെ റെക്കോർഡ്സും റെക്കോർഡ്സിന്റെ ബാക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യാം. അപ്പൊ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിന്റെ ആക്ട് എല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്ത് മോഡ്യൂൾ 3 നാളെ നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം. മോഡ്യൂൾ 3 തീർന്നു കഴിഞ്ഞാൽ മോഡ്യൂൾ 4 കൂടെ അല്ലേ ഉള്ളൂ. അതും നാളെ തന്നെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാന്ന് ഇവിടെ പറയുമായിരുന്നു. അത് പറയും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്താ പോരെ? കുറച്ച് പേരെ അറ്റൻഡ് ചെയ്യാറുള്ള ക്ലാസ് കുറച്ച് പേരേ ഉള്ളൂ. നാളെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരണേ. കുറച്ച് ക്വസ്റ്റ്യൻസ് തരണം എന്ന് പറയാ. ടെസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. തരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ കേട്ടോ. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇവിടെ ടീച്ചർമാര് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. പ്രീവിയസ് ഒത്തിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. നോക്കാം. ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.